ഓൾ റൈറ്റ്. സോ ഇന്നത്തെ ദിവസം കുറച്ച് അധികം വിശേഷങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ചേച്ചി എന്നോട് ഒരിക്കൽ ചോദിച്ചിരുന്നു, എൻ്റെ ഹാർട്ട് ചക്ര ഓപ്പൺ ആയതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കണം എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ ആ അനുഭവത്തെ കുറിച്ച് പങ്കുവെക്കാം ഇന്നത്തെ ദിവസം. എന്നാൽ അതിനു മുൻപ് ആക്സസ് ബാസ് പഠിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ആക്സസ് ബാസിനെ കുറിച്ച് അറിയാനോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനോ ഇപ്പൊ ചോദിക്കാം. ആക്സസ് ബാസ്, അതുപോലെ തന്നെ ആക്സസ് ഫേസ് ലെഫ്റ്റ് ഉണ്ട്, ബോഡി പ്രോസസ് ഉണ്ട്. ഉം, ഒരു അത്ഭുതങ്ങളുടെ ലോകം തന്നെയാണ് കേട്ടോ ഇത്. ശരിക്കും നമ്മൾ ഈ കാണുന്ന ലോകം ഈ ലോകം, ഇറ്റ്സ് ദർ ഇസ് അനദർ വേൾഡ് ഓൾസോ എക്സിസ്റ്റ് ഹിയർ. ഓക്കെ, ദുരിതങ്ങളുടെയും പ്രയാസങ്ങളുടെയും സങ്കടങ്ങളുടെയും ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് പതിയെ 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 എങ്കിലും ഗ്രോ ആയി അതിൽ നിന്ന് നമുക്ക് മോചിതരായി വളരെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും ഒക്കെ ഒരു ലോകം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലോട്ട് നമുക്ക് ബേബി സ്റ്റെപ്സ് വെച്ച് വെച്ചിട്ടാണെങ്കിലും നമുക്ക് അതിലോട്ട് നടന്നെടുക്കാം. റൈറ്റ്? ഓക്കെ. സോ ഇപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ എപ്പോഴും ആക്ച്വലി ക്ലാസ് ഓപ്പൺ ചെയ്യുമ്പോൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. റീസൺ എന്ന് വെച്ചാൽ പലരുടെയും ഫോൺ കോൾസ് എനിക്ക് എടുക്കാൻ കഴിയാറില്ല. ഞാൻ ഇന്റൻസ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ക്ലാസ്സസ് ഞാൻ എടുക്കാറുണ്ട്. അപ്പൊ ഒരുപാട് സംസാരിക്കുമ്പോൾ അത്രയും എനർജി ആക്ച്വലി ലോസ് ആവാന്നല്ല പറയാ, യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഞാൻ എൻ്റെ ടൈം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ആക്സസിന്റെ പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മെഡിറ്റേഷൻ, ആക്സസിന്റെ ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ്സ് മെഡിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കോൾസ് ഒന്നും എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്താണ് ഓക്കെ ഞാൻ പഠിക്കാൻ പോവാണ് ഓർ എനിക്ക് ഇതിനെ കുറിച്ച് അറിയണം എന്നൊക്കെ സംശയം ഉണ്ടാവും. സോ അങ്ങനെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരം ഇതുപോലെ സൂം വെബിനാർസ് വെക്കുമ്പോഴാണ് തരാറുള്ളത്. പ്ലീസ് ആസ്ക് ക്വസ്റ്റ്യൻസ് ഇഫ് യു ഹാവ് എനി. ദയവായി ക്വസ്റ്റ്യൻസ് ചോദിക്കൂ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ കേട്ടോ. ഓക്കെ, ആർക്കും ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല? മാം ചോദിക്കും. മാം നമ്മള് ഈ ഫേസ് ലിഫ്റ്റ് പഠിക്കുമ്പോൾ, അത് ആക്സസ് ബാസ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഫേസ് ലിഫ്റ്റ് പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് അല്ല നമുക്ക് മനസ്സിലാവാതെ വരികയല്ലോ എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഫേസ് ലിഫ്റ്റ് ക്ലാസ് ആക്ച്വലി ആക്സസിന്റെ ക്ലാസ്സുകൾക്ക്, ചില ക്ലാസ്സുകൾക്ക് പോകാൻ പ്രീ റിക്വസൈറ്റ്സ് ഉണ്ട്. മീൻസ് അതായത് ഹയർ ക്ലാസ്സുകളിലോട്ട് കടന്നു വരാനായിട്ട് നമുക്ക് ബേസിക് ക്ലാസ് അറിഞ്ഞാൽ മാത്രമേ ഹയർ ക്ലാസ്സസ് നമുക്ക് മനസ്സിലാവുള്ളൂ. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ആക്സസ് ബാസ് പഠിച്ചതിന് ശേഷം സ്വാപ്പ് സെഷൻസിന് വേണ്ടിയിട്ട് ദുബായിൽ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പൊ സ്വാപ്പ് സെഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ഒരു സെന്ററിൽ പോവുമായിരുന്നു. അപ്പൊ അവരിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയൊരു സൗണ്ടില് ലോ വോളിയത്തില് ആക്സസിന്റെ ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ ഇങ്ങനെ ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഗാരി ഡഗ്ലസും ഡെയിൻ ഹീറോ ഒക്കെ സംസാരിക്കുന്ന ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നതൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്യുമായിരുന്നു. എന്നാൽ എനിക്ക് ഇംഗ്ലീഷിലാണ്, ഞാൻ UK ജീവിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഭാഷയൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ അവര് പറയുന്നതിന്റെ ഒരു വാചകം പോലും എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എനിക്ക് കേൾക്കാനോ എനിക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഈവൻ അതെന്റെ ചെവികൾക്കുള്ളിലൂടെ കടന്നു പോണ പോലും ഇല്ല. ഇറ്റ്സ് ലൈക്ക് ഗോയിങ് സംവെയർ ലൈക്ക് ദിസ്. കാലങ്ങളേറെ കഴിഞ്ഞിട്ട്, മീൻസ് കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് എവറിത്തിങ് ഓപ്പൺ അപ്പ്. പിന്നെയാണ് ഇവരെന്താ സംസാരിക്കുന്നത് ആ ഓരോ വാചകങ്ങളും വാക്കുകളും ഒക്കെ മനസ്സിലാകാൻ തുടങ്ങിയത്. അതെനിക്ക് ആഴത്തിൽ എൻ്റെ ഉള്ളിലോട്ട് കടക്കാൻ തുടങ്ങിയത്. സോ അതുകൊണ്ടാണ് പ്രീ റിക്വസൈറ്റ് എന്ന് പറഞ്ഞിട്ട് ചില ക്ലാസ്സുകൾക്ക്, മീൻസ് ഹയർ ക്ലാസ്സുകളിൽ നമ്മൾ പെട്ടെന്ന് പോയിരുന്നാൽ ഒന്നും മനസ്സിലാവില്ല, നമുക്ക് എന്താ പറയുന്നതെന്നൊന്നും നമുക്ക് തിരിയില്ല. അപ്പോൾ ഹയർ ക്ലാസ്സുകളിൽ പോകാനായിട്ടുള്ള പ്രീ റിക്വസൈറ്റ് ആണ്, തുടക്കത്തിലുള്ള ഒരു ക്ലാസ് ആണ് ആക്സസ് ബാസ്. അതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഹയർ ക്ലാസ്സുകളിൽ പോകുമ്പോൾ എന്തെങ്കിലും നമുക്ക് മനസ്സിലാവുള്ളൂ ചില ക്ലാസ്സുകൾ. പക്ഷേ ആക്സസിന്റെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത് പ്രീ റിക്വസൈറ്റ് ഇല്ലാത്തൊരു ക്ലാസ് ആണ്. അതായത് നിങ്ങൾ ആക്സസ് ബാസ് പഠിക്കണം എന്ന നിർബന്ധം ഇല്ല.
എന്നിരുന്നാൽ പോലും എൻ്റെ എൻ്റെ ഒരു എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയാം, നിങ്ങൾക്ക് ആക്സസ് ഫേസ് ലിഫ്റ്റ് ആക്ച്വലി നമുക്ക് ആർക്ക് വേണമെങ്കിലും ആക്സസിന്റെ ബാസ് ക്ലാസ് ഇല്ലാതെ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും. എന്നിരുന്നാൽ പോലും എൻ്റെ ഒരു ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, ഇപ്പൊ എന്നോട് പേഴ്സണൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ബാസ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഫേസ് ലിഫ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ പറയും. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് അങ്ങനെ ഒരു ഓക്കെ ആക്സസിന്റെ ഫേസ് ലിഫ്റ്റ് ക്ലാസ് പഠിക്കാൻ അങ്ങനെ തടസ്സം ഇല്ല. ഇപ്പൊ ഫൗണ്ടേഷൻ ക്ലാസ് ഒക്കെയാണ് പഠിക്കേണ്ടതെങ്കിൽ ബാസ് ക്ലാസ് ഇല്ലെങ്കിൽ ഫൗണ്ടേഷൻ ക്ലാസ് ഒന്നും പഠിക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. കാരണം അത് ഓക്കെ. ഫേസ് ലിഫ്റ്റ് ക്ലാസ്സിലായിരുന്നാലും വളരെ ആഴത്തിലുള്ള അറിവും നോളജും ഒക്കെയാണ് ഉള്ളത്. അപ്പൊ പെട്ടെന്ന് നമുക്കതൊന്നും ദഹിക്കില്ല. നമ്മള് നോർമലി പുറത്ത് ഇവിടെ സകലരും പല യൂട്യൂബ്സിലായിരുന്നാലും ഓർ എല്ലാ സ്ഥലത്തും പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ആക്സസ് ക്ലാസ്സുകളിലോ ഒന്നും പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് സംതിങ് വേ ബിയോണ്ട്. ഇറ്റ്സ് ലൈക്ക് അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെ കുരുക്കഴിക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ കുരുക്കഴിക്കാൻ പറ്റുന്ന കുറെ രഹസ്യവാചകങ്ങളും ഒക്കെ അടങ്ങിയതാണ് ആക്സസിന്റെ ക്ലാസ്സുകൾ. ഓക്കെ, സോ അപ്പൊ അത് ബേസിക് ലെവലിൽ നിന്ന് പോകുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായും മാം എന്ത് പറയുന്നു അങ്ങനെ, കാര്യം മാമിന്റെ അഭിപ്രായത്തിന് വാല്യൂ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ അത് മുമ്പോട്ട് പോകുന്നത്. ആക്സസ് ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യാൻ താല്പര്യം. കാര്യം ഇപ്പൊ ഈ മാസം വരുന്ന ക്ലാസ്സുകളുടെ ഒരു ചെറിയ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ ചോദിച്ചതാണ് ഇനി അങ്ങനെ ചെയ്യണമോ വേണ്ടത് എന്നുള്ളത്. ഇല്ല, ഫേസ് ലിഫ്റ്റ് ഐ മീൻ ബാസ് പഠിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ബാസ് പഠിച്ചിട്ട് ഫേസ് ലിഫ്റ്റ് ക്ലാസ്സിന് വന്നോളൂ എന്ന് പറയും. പക്ഷെ ചിലർക്ക് ആക്ച്വലി ടൈമിന്റെ മീൻസ് അതായത് ആക്സസ് ബാസ് ക്ലാസ്സിന് വേണ്ട കണ്ടന്റ് മുഴുവൻ അതിനകത്തുണ്ട്, ഫേസ് ലിഫ്റ്റ് ക്ലാസ്സിലുണ്ട്. എന്നാൽ അതിന്റെ ഒരു ഗ്രാഹ്യം ഒരു പക്ഷെ പെട്ടെന്ന് തലകറക്കി പോകും, മീൻസ് ട്വിസ്റ്റ് ആവും. ലൈക്ക് എന്താ ഒന്നും ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും മാം എന്ത് പറയുന്നു അങ്ങനെ തന്നെ. ഓക്കെ, മാം സോപ്പ് എങ്ങനെയുണ്ടായിരുന്നു? താങ്ക് യു. എന്താണ് മാം സോപ്പ് എങ്ങനെയുണ്ടായിരുന്നു? സിംഫണി ഓഫ് പോസിബിലിറ്റീസ് അല്ലേ? ഓക്കെ, ആ, സിംഫണി ഓഫ് പോസിബിലിറ്റീസ് ക്ലാസ് സോ അമേസിങ്, സോ അമേസിങ്. ഇന്ന് ഞാൻ വീട്ടിലുള്ളവർക്ക് ട്രൈ ചെയ്തപ്പോൾ തന്നെയും ഇപ്പൊ ഞാൻ കുറെ ദിവസം കൊണ്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, ലൈക്ക് പഠിച്ച അന്ന് മുതൽ വീട്ടിലുള്ളവർക്ക് ട്രൈ ചെയ്തപ്പോൾ ഐ എം ഏബിൾ ടു ലിഫ്റ്റ് ദം അപ്പ് ഫ്രം ദർ ബെഡ്. ലൈക്ക് ആ ബെഡിനകത്തു നിന്ന് അവരെങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ, പതിയെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ടായിരുന്നു കുറച്ചായിട്ട്. wow. അമേസിങ്, Wow. സോ അമേസിങ്. Wow. ഓക്കെ, ഒരു ദിവസം ആക്ച്വലി എല്ലാവർക്കും ഒരു ടേസ്റ്റർ ഇങ്ങനെ ചെയ്യാം. തരണം, Okay. ഉറപ്പായിട്ടും. അതെന്താ We സംഭവം look എന്ന് forward. മനസ്സിലായല്ലോ, ഒന്ന് പറയൂ. Wow, Okay. man. Wow. Right. അത് ആക്ച്വലി ഫ്രീ ആയിട്ട്, ലൈക്ക് ഫ്രീ ആയിട്ട് മീൻസ് ലൈക്ക് എല്ലാവർക്കും ആയിട്ട്. പക്ഷെ അത് നമുക്ക് റെക്കോർഡ് ചെയ്തിടാൻ പറ്റത്തില്ല, പെർമിഷൻ ഇല്ല. പക്ഷെ നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, ഓൺലൈനിൽ Thank തന്നെ you, ചെയ്യാം. നിങ്ങൾ thank you. ഡ്രൈവ് ചെയ്യാനോ ഒന്നും പാടില്ല. ജസ്റ്റ് ബെഡിൽ ലൈ ഡൗൺ ചെയ്യണം ആൻഡ് വിൽ ഡു ദാറ്റ് പ്രോസസ്. ഓക്കെ, റൈറ്റ്. Thank you. Thank you, ma'am. ഓക്കെ, Thank you. മാം അതെന്താണെന്ന് മനസ്സിലായത്, ഒന്ന് പറഞ്ഞു തരുമോ? Yeah, excited. alright. Ma'am. സിംഫണി ഓഫ് പോസിബിലിറ്റീസ് എന്നാണ് ഇതിന്റെ പേര്. അത് ആക്സസിന്റെ, അത് ശരിക്കും നമ്മൾ ഒരുപാട് ലേയേഴ്സ് നമുക്ക് മാറാനുണ്ട്. നമ്മുടെ ബോഡിയിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ബോധതലത്തിൽ നിന്നൊക്കെ ഒരുപാട് ലേയേഴ്സ് ഒക്കെ മാറാനുണ്ട്. അതൊക്കെ മാറിയതിനു ശേഷം മാത്രമേ ആ ഒരു എനർജി നമുക്ക് റിസീവ് ചെയ്യാനോ നമുക്കത് ആർക്കെങ്കിലും കൊടുക്കാനോ ഒക്കെ പറ്റുള്ളൂ. എനർജി റിസീവ് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്കത് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ അത്രയും പ്യുവർ ആയിരിക്കണം, അത്രയും നമ്മൾ ആക്ച്വലി ബോധതലത്തിൽ ഉയരത്തിലെത്തിയിരിക്കണം. അപ്പൊ ആ ലെവലിലുള്ളവർക്ക് മാത്രമേ അത് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. അതൊരു എനർജിയാണ്. ഓക്കെ, ഇറ്റ്സ് ആൻ എനർജി. അപ്പൊ സോ ആ എനർജി ഒരു ദിവസം ഐ വിൽ ഡു, നോ വറീസ്. ഓക്കെ, അത് പറഞ്ഞു തരാൻ പറ്റത്തില്ല, എക്സ്പീരിയൻസ് ചെയ്യണം. ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറിപ്പോണ കാണാൻ പറ്റും. And you will receive a lot of possibilities in life. Let's see. Okay, it's so amazing, so amazing. Okay, I'm so excited to give to everybody. Right. Ma'am. And I'm thankful to Dr. Dane and Gary Douglas because അവരുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലൈഫ് ആൻഡ് ഈ ഒരു ജേർണി, ഈ ഒരു യാത്രയിലൂടെ ഇങ്ങനെ കടന്നു പോകാനുള്ള അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് ശരിക്കും ലോകത്ത് ഇത്രയും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതങ്ങളിൽ മാറ്റം ഉണ്ടാവുന്നത്.
യാ ഓക്കെ. ആരാ എന്തോ ചോദിക്കാൻ വിചാരിച്ചല്ലോ? ഞാന് ഉം, ചോദിക്കുന്ന ഉം, പിന്നെ ഇപ്പൊ നമ്മള് ഫേസ്ബുക്ക് ക്ലാസ് എന്താണ് സോയർ യൂഫിഷ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ഉണ്ടല്ലോ. ആ അപ്പൊ നമ്മള് അതിൽ എന്തൊക്കെ കണ്ടന്റ് ആണ് ഉള്ളത്? രണ്ട് ക്ലാസ്സും ഡിഫറൻസ് അല്ലേ? അപ്പോ അതെ. ഈ ആ അയ്യോ നാട്ടിലേക്ക് വരാൻ ഇപ്പൊ പറ്റില്ല. പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോബ്ലങ്ങള്. പിന്നെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന, പിന്നെ ച- ഉപദ്രവിക്കാൻ വരുന്ന അങ്ങനെയൊക്കെയുള്ള ഇതിന്റെ നിന്നൊക്കെ മാറ്റം വരാനൊക്കെ നമുക്ക് ഏതാണ് നല്ലത്? ഓക്കെ. പിന്നെ ഇപ്പൊ കൂടുതല് കൊറ- ഉറക്കക്കുറവിന്റെ കാരണങ്ങള് അതൊക്കെ ഫാമിലി ഇഷ്യൂ ആണ്. അപ്പൊ അതില് ഇത് പ്രോബ്ലങ്ങൾ ഉണ്ട്. അപ്പൊ അതിന് ഏതാണ് ക്ലാസ് നല്ലത്? അതൊക്കെ അറ്റൻഡ് ചെയ്യായിരുന്നു എന്നുണ്ട്. ആക്സസിന്റെ എല്ലാ ക്ലാസ്സുകളും നല്ലതാണ് ചേച്ചി. ആക്സസ് കോൺഷ്യസ്നസിന്റെ ക്ലാസ് നല്ലതല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഓക്കെ. ഇതിന്റെ വാല്യൂ അറിയുന്നത് കൊണ്ട് കണ്ടന്റ് ആൾക്കാര് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. അതായത് പല പല ചില രാജ്യങ്ങളിലെ ചില ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ആൾക്കാർ വിസ എടുത്തും ഒക്കെ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടൊക്കെ യാത്ര ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അത്രയും പവർഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ടാണ്. ഒരു നോർമൽ ക്ലാസ് അല്ല ഇതൊന്നും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ ആയതുകൊണ്ടാണ് പീപ്പിൾ ട്രാവൽ ഫോർ ഓൾ ദീസ് തിങ്സ്. ചേച്ചിയുടെ പ്രശ്നം മാറേണ്ടത് ആരുടെ ആവശ്യമാണ്? എന്റെ ആവശ്യമാണ്. ഓക്കെ. സോ ഇപ്പൊ ചേച്ചി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ചേച്ചിക്ക് യാത്ര ചെയ്ത് ഇവിടെ വരാൻ പറ്റില്ല, ഓർ മറ്റൊരു സ്ഥലത്തും പോകാൻ പറ്റില്ല. ഫൈൻ. അപ്പൊ മറ്റു ഓപ്ഷൻ എന്താ ഉള്ളത്? ഓൺലൈൻ ക്ലാസ് ആണ് ഒരു ഓപ്ഷൻ ഉള്ളത്. ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യൂ. അതല്ലേ ഓപ്ഷൻ ആയിട്ടുള്ളൂ. റൈറ്റ്? ആണ് നോക്കൂ, ചേച്ചിയുടെ പേരൊന്ന് പറയൂ. അനിത. അനിത ചേച്ചി, എന്റെ അനുഭവം പറയാം. ഓ, ഞാൻ ആക്സസിന്റെ ബാസ് ക്ലാസ് തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ ഇത് ഇത്ര എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് മീൻസ് ലൈക്ക് ഫീസ് ഉണ്ട്, അത്രയും വാല്യൂ ഉണ്ട്. ശരിക്കും ആ ക്ലാസ്സിലെ കണ്ടന്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വാല്യൂ വളരെ കുറവാണ്. ചെറിയ ഫീസ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്ക് കാശ് കുറവാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ മൂല്യം അനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും. എന്നാല് ഈ ക്ലാസ് ഫ്രീ ആയിട്ട് വേണം, ഞാൻ ഭയങ്കര ദുഷ്ടത്തിയാണ് എന്നുള്ള തലത്തിൽ കുറെ പേര് ഇങ്ങനെ നിരന്തരം കമന്റ്സ് ഇടാൻ തുടങ്ങി. സോ ഐ ജസ്റ്റ് ചെക്ക് വിത്ത്, ഞാൻ ശരിക്കും ആക്സസിനോട് ലൈക്ക് ചോദിച്ചു, എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ നമുക്കിത്, കുറെ ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് എന്നെ കുറിച്ച് സംസാരിക്കുന്നത്, എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ നമുക്കിത് കുറച്ച് ഫീസിന് കൊടുക്കാനോ? അപ്പൊ അവരിങ്ങനെ കുറെ ഓപ്ഷൻസ് പറഞ്ഞു. ഫൈൻ, ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഫീസുകൾക്ക് കൊടുക്കാം. ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഫർമേഷൻസ് ഞാൻ ആ ക്ലാസ് എല്ലാം ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്തല്ലോ. എത്ര പേര് ജോയിൻ ചെയ്തു? നോട്ട് ഈവൻ എ സിംഗിൾ പേഴ്സൺ ഷോഡ് ഇൻട്രസ്റ്റ്. ഫീസ് കുറഞ്ഞ, അതായത് ആക്സസ് പഠിച്ചവര് പല ക്ലാസ്സുകളിൽ അതിന്റെ മൂല്യം മനസ്സിലാക്കിയിട്ട് വരാറുണ്ട്. അപ്പൊ ഫീസ് കുറഞ്ഞ കാര്യങ്ങൾ ഇട്ടിട്ട് പോലും പലരും ആക്ച്വലി അപ്പൊ ജസ്റ്റ് ടു ബ്ലെയിം ആണ്. അതായത് എന്തെങ്കിലും ഒരു റീസൺ വേണം എനിക്കിത് ചെയ്യാതിരിക്കാൻ. ആൻഡ് അനിത ചേച്ചി, ഇഫ് യു റിയലി വോണ്ട് ടു ജോയിൻ, യു വിൽ ജോയിൻ. യു വിൽ നോട്ട് ഹാവ് എനി റീസൺസ് ഓർ ജസ്റ്റിഫിക്കേഷൻ. അതായത് ശരിക്കും ചേച്ചിക്ക് ഇതിന് പങ്കെടുക്കണം, ചേച്ചിയുടെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ മാറണം എന്ന് ചേച്ചി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചേച്ചി വിൽ ജോയിൻ. അല്ലെങ്കിൽ ആക്ച്വലി നമ്മൾ കുറെ ഓക്കെ എന്റെ പ്രശ്നം, എത്ര പേരോട് നമ്മൾ കഥ പറയും? എത്ര പേരോട് കഥ പറഞ്ഞിട്ടേ ഇരിക്കും? ഈ കഥ പറച്ചിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സുകൾ. എത്ര പേരോട് നമ്മുടെ കഥകൾ പറഞ്ഞിട്ട് ഇന്ന് വരെ നമ്മുടെ പ്രയാസങ്ങൾ മാറിയിരിക്കണു? ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു മൂർഖൻ പാമ്പിനോട് പോയിട്ട് നമ്മൾ പറയാണ്, ഓക്കെ നീ നല്ലതാണ്, ഞാൻ വളരെ സമാധാനത്തിൽ ജീവിക്കുന്നു, അതുകൊണ്ട് നീ എന്നെ കൊത്തരുത് എന്നൊക്കെ പറഞ്ഞാൽ മൂർഖൻ പാമ്പ് ഇറ്റ് ഹാസ് എ പർപ്പസ്. അതിന് ഉപദ്രവം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനൊക്കെ ത്രെട്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഉപദ്രവിക്കും. റൈറ്റ്? സോ ഡോണ്ട് ട്രൈ ടു ചേഞ്ച് അതർ പേഴ്സൺ. റാദർ നമ്മൾ മറ്റൊരാളെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ഇവരിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു വ്യക്തിയെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, എന്നാൽ നിങ്ങൾ അത്രത്തോളം ബോധതലത്തിൽ ഉയർന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കത് കഴിയും. ഒരു സാധാരണ ഒരു മനുഷ്യനായിരുന്നുകൊണ്ട് നമുക്ക് അവരെ എനർജറ്റിക്കലി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ബോധതലത്തിലും എനർജി വൈസും ഒക്കെ നമുക്ക് അവരെ ചേഞ്ച് ചെയ്യാൻ കഴിയും. അതിനൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ മാസ്റ്റർ ചെയ്യണം.
നമ്മൾ നമ്മളെ തന്നെ ഉയരത്തിൽ എത്തിക്കണം. ആൻഡ് ഈ ലോകത്ത് മിക്കവാറും മനുഷ്യർ, എല്ലാവരും അല്ല കേട്ടോ, മിക്കവാറും മനുഷ്യർ അവർ ശരിയെന്ന് പ്രൂവ് ചെയ്യാൻ നടക്കുന്നവരാണ്. കുറച്ചു പേരായിരിക്കും ഓക്കെ മറ്റുള്ളവരിലും ശരി ഉണ്ടാവാം, അവരുടെ ശരി അവർക്ക്, എന്റെ ശരി എനിക്ക് എന്നൊക്കെ ചിന്തിക്കുന്ന വളരെ കുറച്ചു പേരുണ്ടാവും. എന്നാൽ ബാക്കിയുള്ളവരെല്ലാവരും തന്നെയും ഞാനാണ് ശരി, ഞാൻ പറയുന്നത് നടക്കണം, എന്റെ കൺട്രോളിൽ എല്ലാം ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെ മറ്റുള്ളവരെല്ലാവരും നമ്മളോട് നല്ല രീതിക്ക് പെരുമാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് അതൊരു മിഥ്യാധാരണ മാത്രമാണ്. ഇറ്റ് ഡസന്റ് ഹാപ്പൻ ലൈക്ക് ദാറ്റ് ചേച്ചി. ഓക്കെ. പക്ഷെ ആക്സസ് ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ കുറെ വചനങ്ങളൊക്കെ പറഞ്ഞു തരും, പഠിപ്പിച്ചു തരും. ആ വചനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളോട് ദേഷ്യപ്പെടുത്തിക്കുന്ന ആൾക്കാർ പതിയെ അവരിങ്ങനെ പത്തി മടക്കുന്നത് കാണാൻ പറ്റും. അനാവശ്യമായിട്ട് നമ്മളോട് തല്ലുകൂടാൻ വരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ അവർ ചേഞ്ച് ആവുന്നത് കാണാൻ പറ്റും. സോ ദാറ്റ് വിൽ, പക്ഷെ ഇവരെയൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല കേട്ടോ, അതുകൂടെ മനസ്സിലാക്കിക്കോളൂ. ആരെയും. ഓക്കെ. എല്ലാവരും നമ്മളൊക്കെ സ്വയം മാറിയാലേ ഉള്ളൂ. ആരുടെയെങ്കിലും പ്രഭാഷണം കേട്ടിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജീവിതം കണ്ടിട്ടോ നമ്മളൊക്കെ സ്വയം മാറിയാലേ ഉള്ളൂ. അല്ലാതെ ആരും തന്നെയും മറ്റൊരാളുടെ മീൻസ് ഫോഴ്സ് കൊണ്ട് നമുക്ക് ആരെയും മാറ്റാൻ പറ്റില്ല. കുറച്ചു നാൾ മേ ബി ഭയപ്പെട്ടിരിക്കാം, പക്ഷെ അത് എപ്പോഴായിരുന്നാലും അത് പുറത്തു വരും. ഇതാണ് യാഥാർത്ഥ്യം. മനുഷ്യരുടെ ഉള്ളിലെ എല്ലാ സ്വഭാവവും ഏതെങ്കിലും ഒരു സമയത്ത് അത് പുറത്തു വന്നിരിക്കും, ഉള്ളിന്റെ ഉള്ളിലുള്ളത്. ഓക്കെ. സോ ആര്യ ക്ലാസ്സിൽ ചേച്ചി അറ്റൻഡ് ചെയ്യുമ്പോൾ, ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ ക്ലാസ്സുകളിൽ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ്സോ എന്തെങ്കിലുമൊക്കെ ഞാൻ തന്നുവന്നിരിക്കും. അതെനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ബട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എനിക്ക് തരാൻ പറ്റില്ല. അത് ആക്സസിന്റെ റൂൾസ് ആണ്. ഓക്കെ ചേച്ചി. സോ ഇറ്റ്സ് യുവർ ചോയ്സ് ഇഫ് യു വോണ്ട് ടു ജോയിൻ. ചേച്ചി ഇപ്പൊ എവിടെയാ? കുവൈറ്റിലാണോ? ഇല്ല, ബഹ്റൈനിലാണ്. ബഹ്റൈനിലാണ്. അപ്പോൾ ഈ ക്ലാസ് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാമല്ലോ, ചെറിയ ഫീസ് അല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ ചേച്ചിയുടെ ചോയ്സ് ആണ്. ഓക്കെ, ശരി. ഞാന് ഇപ്പൊ ഒന്ന് ചേരണ ചിട്ടൻ ആണ്. അത് 11-ാം തീയതി അല്ലേ, ഫെബ്രുവരി 11-ന്. 11th ആണോ എനിക്ക് 11. ഡേറ്റ് നോക്കിയില്ല. 11 ആണ് തോന്നുന്നത്. 11, 12, 13, 14. അതെ. ആ സോ ദാറ്റ് ക്ലാസ് ആക്ച്വലി ഗീവ്സ് എ ലോട്ട് ഓഫ് ഫ്രീഡം. ഒരുപാട് ആക്സസിന്റെ ടൂൾസ് അതിനകത്ത് ഇരിപ്പുണ്ട്. ആക്സസിന്റെ സ്റ്റേറ്റ്മെന്റ് അറിയാത്തവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറേ ടൂൾസ് അതിനകത്ത്, പഠിച്ചിട്ടുള്ളവരുടെ അനുഭവങ്ങളൊക്കെ വളരെ മാസീവ് ആണ്. ആൻഡ് അതുപോലെ തന്നെ അതൊരു ഇന്റൻസ് ക്ലാസ് കൂടിയാണ്. ഓക്കെ, ഒരുപാട് അവയർനെസ് നമുക്ക് ലഭിക്കാനും തുടങ്ങും. ഓക്കെ, ശരി. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോ മാം മറ്റേ വാട്സപ്പിൽ ഓരോരോ സ്റ്റേറ്റ്മെന്റ് വിടലുണ്ടല്ലോ, മറ്റേ അഫർമേഷൻസ് അഫർമേഷൻസ്. അതെല്ലാം ഞാൻ എഴുതിയെടുത്തിട്ട് ഞാന് അത് ഞാനിപ്പോ നിർത്തിയിരിക്കുവാണ്. എന്താ അറിയോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കിണർ, ആ കിണറിൽ മുഴുവൻ ചപ്പ് ചവറ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ചപ്പ് ചവറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കിണറ്റിന്റെ മേളില് നമ്മൾ കുറെ ശുദ്ധജലമോ അല്ലെങ്കിൽ കുറെ ക്ലീൻ വാട്ടർ ഓർ സംതിങ് നമ്മൾ ഇടാണെങ്കിൽ ആ ജലം ആക്ച്വലി ബെറ്റർ ആവുമോ? ഇല്ല. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ഓൾറെഡി അതിനകത്ത് എന്തുണ്ട്, വേസ്റ്റ് അതിനകത്ത് കിടപ്പുണ്ട്. ഫസ്റ്റ് നമ്മൾ ആക്ച്വലി വേസ്റ്റ് ക്ലീൻ ചെയ്യണം. വേസ്റ്റ് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടായിരിക്കും അതിനകത്തുനിന്ന് അകത്തുനിന്ന് വരുന്ന ഒരു അമേസിങ് വാട്ടർ ഉണ്ടാവും. ഓക്കെ, അതിനായിരിക്കും നമുക്ക് ഗുണം ചെയ്യാം. അതുകൊണ്ട് ഞാൻ പുറമേ പറയുന്ന അഫർമേഷൻസ് ഞാൻ നിർത്തിയിരിക്കുവാണ്. എന്നാലും അനാവശ്യമായിട്ട് ചില ആൾക്കാരുണ്ട് കേട്ടോ, വെറുതെ പ്രയാസങ്ങള് ആലോചിച്ചിട്ടേ ഇരിക്കും. അയ്യോ എനിക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ, ഞാൻ മരിക്കുമോ, എനിക്ക് അയ്യോ ഞാൻ ഈ ഒരു യാത്രയ്ക്ക് പോയാൽ അങ്ങനെ പറ്റുമോ, ഇങ്ങനെ പറ്റുമോ, ഇങ്ങനെ അനാവശ്യമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഗുണകരമാകട്ടെ എന്ന് ആലോചിച്ചിട്ടാണ് അഫർമേഷൻസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ഐ തോട്ട് ഓക്കെ ഫൈൻ, ലെറ്റ് മീ ചേഞ്ച് ദിസ്. ഇടയ്ക്ക് എനർജി എങ്ങനെ ഫ്ലോ ചെയ്യും അതുപോലെ ചെയ്യും ചേച്ചി, കേട്ടോ. അല്ല, അതൊക്കെ എനിക്ക് ഗുണം. ഞാൻ ഡെയിലി ചെയ്യുമ്പോ എനിക്ക് അതിനൊക്കെ പിന്നെ നന്ദി പറഞ്ഞിട്ട് ഡെയിലി ഞാൻ ക്ലാസ് ചെയ്തതിന് ശേഷം
അന്ന് തൊട്ട് വൺ പറയും. തിങ് ആക്ച്വലി നിങ്ങൾ എന്ത് പ്രയാസത്തിലാണെങ്കിലും ശരി, പ്ലീസ് മറ്റൊന്നും ആക്സസ് പഠിക്കാൻ പറ്റുന്നില്ല ഓർ ലോകത്തിലെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ പുതിയ ബോധ്യങ്ങളോ അറിവോ വിസ്ഡമോ ഒന്നും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പോലും ബേസിക് ആയിട്ട് വേണ്ടത് നന്ദി എന്നുള്ളൊരു ഭാവമാണ്. നമ്മൾ ഈ തുടക്കത്തിലെ ഒരു പ്രാർത്ഥനയില്ലേ, ആ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് വരെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സകല മനുഷ്യർക്കും നന്ദി. എന്തിനാ നമ്മളത് പറയുന്നത്? നം- ഏ നമ്മള് അവരുടെ ഒരുപാട് സംഭാവനകൾ ജീവിച്ചിരുന്ന ആൾക്കാരെ തന്നു നമുക്ക്. ആബ്സല്യൂട്ട്ലി. നമ്മൾ ഇന്ന് ജീവിക്കുന്ന, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല കാര്യങ്ങളും 99% കാര്യങ്ങളും കടന്നു പോയവരുടെ സംഭാവനയാണ്. അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഇൻഫ്രാസ്ട്രക്ചറാണ്. അവർ നൽകിയ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെയൊക്കെ ജീവിതങ്ങളിലൂടെയും എല്ലാം 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 കാട്ടിൽ ജീവിച്ച മനുഷ്യരല്ലേ നമ്മള്, നമ്മുടെ പൂർവികരൊക്കെയും. ഓക്കെ, അവിടുന്ന് ഇത്രയും സൗഭാഗ്യങ്ങളോടെ നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാ? ഓക്കെ, അപ്പൊ അവരോടൊക്കെ നമ്മൾ നന്ദിയോടുകൂടി ഓർക്കുന്നതാണ് ഈ ഭൂമിയിൽ ഇന്ന് ഇതുവരെ ജീവിച്ചിരുന്ന സകല മനുഷ്യർക്കും നന്ദി പറയണത്. എന്തിനാ നമ്മൾ പക്ഷി ജീവജാലങ്ങൾക്കും എല്ലാം നന്ദി പറയണത്? എന്തിനാ? അവരുടെ ഒരു അവര് നമുക്ക് എല്ലാവരും നൽകുന്ന സംഭാവനകൾ പരസ്പരം ഇത്രയധികമാണ്. ഈ പ്രകൃതിയെ അവരാണ് പ്രകൃതി നിലനിർത്തുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന സർവ്വതും പ്രകൃതിയാണ്, സർവ്വതും. ഓക്കെ, ജീവജാലങ്ങളും എല്ലാം അടങ്ങിയതാണ്. ഈ മണ്ണും വെള്ളവും കല്ലും ക്രിസ്റ്റൽസും പക്ഷികളും മൃഗങ്ങളും മരങ്ങളും നമ്മൾ ഇരിക്കുന്ന ഫർണിച്ചർ, എവ്രിതിങ്, നമ്മൾ കാൽ വയ്ക്കുന്ന സ്ഥലം, ഇതെല്ലാം വി ആർ ആക്ച്വലി ലിവിങ് ആൻ അമേസിങ് ലൈഫ്. നമ്മൾ എല്ലാവരും മനോഹരമായ ജീവിതമാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ മനോഹരമായ ജീവിതത്തെ ദുരിതപൂർണമായിട്ടാണ് എപ്പോഴും സങ്കല്പിക്കാൻ നമുക്കിഷ്ടം. എന്നാൽ നന്ദി എന്നുള്ളൊരു ഭാവം മാത്രം നമ്മൾ ജീവിതത്തിൽ എടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ജീവിതം എത്ര സുന്ദരമായിരിക്കും, എത്ര മനോഹരമായിരിക്കും. കണ്ണുകളിൽ ആക്ച്വലി ഈ അഹങ്കാരത്തിന്റെയും ഈഗോയുടെ കണ്ണൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് കൊച്ചു മക്കളുടെ കണ്ണെടുത്ത് വെച്ച് നോക്കിയേ, എന്ത് രസമായിരിക്കും, എന്ത് ഭംഗിയായിരിക്കും ഈ ജീവിതം. ഓക്കെ, റൈറ്റ്. സോ നന്ദി എന്നുള്ളൊരു ഭാവം ഉണ്ടെങ്കിൽ പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ പ്രയാസങ്ങളും ഒഴിഞ്ഞു പോകാൻ തുടങ്ങും. ഒരു പക്ഷേ നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ മക്കളോ പാരൻസോ ഒക്കെ നമ്മളെ ഡിസീവ് ചെയ്യുന്നവരായിരിക്കാം, വൈഫോ ഒക്കെ നമ്മളെ വഞ്ചിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തരാത്തവരായിരിക്കാം, ഓർ നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്തുന്നവരായിരിക്കാം, ഓർ സന്തോഷത്തിന്റെ സമയങ്ങളിൽ കൂടെ നിൽക്കുകയും പ്രയാസത്തിന്റെ സമയത്ത് നമ്മളെ കുറ്റപ്പെടുത്തുന്നവരും ഒക്കെ ആയിരിക്കാം, രോഗദുരിത അവസ്ഥയിൽ നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നവരൊക്കെ ആയിരിക്കാം. എന്നിരുന്നാൽ പോലും നമ്മുടെ ജീവിതത്തിന് അവരെന്തെങ്കിലും സംഭാവന അറിഞ്ഞോ അറിയാതെയോ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ അവസ്ഥയെ മാത്രം ആലോചിച്ച് നന്ദി പറഞ്ഞിട്ട് ഒരു നന്ദി മാത്രം, ഓക്കെ ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ കുറെ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്, ആ ഒരു അവസ്ഥയെ മാത്രം ആലോചിച്ചിട്ട് താങ്ക് യു പറയാ. ദാറ്റ്സ് ഇറ്റ്. ചിലപ്പോൾ നേരിട്ട് പറയണ്ട കേട്ടോ. പല ആൾക്കാർക്കും നന്ദി പറയുന്നതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. നന്ദി പറഞ്ഞാൽ ചിലപ്പോൾ അവർ ഷൗട്ട് ചെയ്യും, അല്ലെങ്കിൽ അവർ ആക്ച്വലി നന്ദി പറയുന്നതിനെ പോലും മോശമായിട്ട് സങ്കല്പിക്കുന്ന മനുഷ്യരുണ്ട് ഈ ലോകത്ത്. സോ അതുകൊണ്ട് നന്ദി അവരോട് നേരിട്ട് പറയണമെന്നില്ല, മനസ്സിൽ ആക്ച്വലി ആ ഒരു ഭാവം ഉൾക്കൊണ്ടാൽ മതി. ഓക്കെ, അവിടെ യു ഹാവ് ടു ബി അവെയർ ആക്ച്വലി പീപ്പിൾ, എങ്ങനത്തെ ആൾക്കാർ, ഏത് സമയത്ത് ആൾക്കാർ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിന് നമ്മൾ ബോധം ഉള്ളവരായി തീരുക എന്നുള്ളതാണ്. എനിവേ, ലെറ്റ് മീ കീപ് ദാറ്റ് ടോപ്പിക് അപ്പാർട്ട്. ശരി, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അത് കുറച്ച് ടഫ് ടോപ്പിക്കാണ്, ക്ലാസ്സുകളിൽ സംസാരിക്കുന്ന ടോപ്പിക്കാണ്. എങ്ങനെയാണ് നമ്മൾ ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഓർ എങ്ങനെയാണ് നമ്മൾ ഓരോ അവസ്ഥയെയും നേരിടേണ്ടത്, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ സംസാരിക്കാം. അതിനുള്ള ടൂൾസ് തരാം. ടൂൾസ് മീൻസ് ആക്സസ് കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തരാറുണ്ട്, ഓരോ സന്ദർഭത്തിലും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് നമ്മൾ മനസ്സിൽ പറയുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും മിറക്കിൾസ് കാണാൻ തുടങ്ങും, അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങും, ആൾക്കാർ അടികൂടുന്ന നർത്തനം കാണാൻ തുടങ്ങും. അങ്ങനെ കുറെ അനുഭവങ്ങളൊക്കെ നമ്മൾ കാണാൻ തുടങ്ങും. ഓക്കെ, ഫൈൻ. ശരി, ഇനിയിപ്പോ ഞാൻ വേറൊരു ടോപ്പിക്കിലോട്ട് പോവാണ്. അതിനു മുൻപ് ആക്സസിന്റെ ക്ലാസ് ആക്ച്വലി വരുന്ന 8-ാം തീയതി 9-ാം തീയതി ആക്സസിന്റെ ക്ലാസ് ഉണ്ട്.
10-ാം തീയതി ആക്സസിന്റെ ഫേസ് ലിഫ്റ്റ് ക്ലാസ് ഉണ്ട്. ആൻഡ് 11-ാം തീയതി മുതൽ സോ ആർ യു ഫിഷ് ക്ലാസ് ഉണ്ട്. ദെൻ ഈ മാസത്തെ ട്രിവാൻഡ്രത്തുള്ള ലാസ്റ്റ് ക്ലാസ് 16th 17th ബാസ് ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ആക്ച്വലി ട്രിവാൻഡ്രത്തുള്ള ക്ലാസ് ഫിനിഷിംഗ് ആണ്. കാരണം ഞാൻ കുറച്ച് കാര്യങ്ങളിൽ ബിസിയാണ്. ദെൻ നെക്സ്റ്റ് മന്ത് ആയിരിക്കും എറണാകുളത്തെ ക്ലാസ് ഉണ്ടാകുന്നത്. 29th 30th 31st ഒക്കെ ആയിരിക്കും. മാർച്ച് മാസത്തായിരിക്കും ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ശരി. ഓൾ റൈറ്റ്. മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയോ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയോ ഒക്കെ ചെയ്യാം. ഇന്ന് ഞാൻ ശരിക്കും പറയാനായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം, എന്നോട് ഗ്രൂപ്പിൽ ഒരു ചേച്ചി ചോദിച്ചതാണ് എൻ്റെ ഹാർട്ട് ചക്ര ഓപ്പണിങ്ങിന്റെ അനുഭവത്തെ കുറിച്ച്. ഞാൻ ചെറുതായിട്ട് ഞാൻ ആക്ച്വലി ESP പാരാനോർമൽ ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. ഒരിക്കൽ കൂടെ ഞാനത് പറയാം. ആക്സസിന്റെ പ്രോസസ് ഒക്കെ തുടങ്ങിയ സമയം മുതൽ തന്നെ എൻ്റെ ലൈഫ് ട്രെമൻഡസ് ആയിട്ട് ചേഞ്ച് ആവാൻ തുടങ്ങി. ഞാൻ ലോകത്തെ കാണുന്ന രീതി മാറി. എല്ലാ തലത്തിലും എൻ്റെ ലൈഫ് ശരിക്കും ഒരു മാറ്റത്തിന്റെ ഒരു തുടക്കമായിരുന്നു ആക്സസിന്റെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ. അത് എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഡേ മുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനു മുൻപ് തന്നെയും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. ചിലരൊക്കെ പറയും ഒന്നും തോന്നിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കും എന്തുകൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും ഒരു ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്യാനുള്ള റീസൺ എന്ന് ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആലോചിക്കുമ്പോൾ കുഞ്ഞു പ്രായം മുതൽ എനിക്കുള്ള കുറച്ച് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ അതൊരു യുണീക്ക് ക്വാളിറ്റി എന്ന് തന്നെ പറയാം. നിങ്ങൾക്കത് ഉണ്ടായിരിക്കും, ഡെഫിനറ്റ്ലി ഉണ്ടാകാനാണ് സാധ്യത. എല്ലാറ്റിനോടും ഭയങ്കര താങ്ക്ഫുൾ ആണ്, എല്ലാറ്റിനോടും. ഓക്കെ, ഭയങ്കര നന്ദി പറച്ചിലും ഇതൊക്കെയാണ് എൻ്റെ ഒരു കീ സ്വഭാവം. അതൊരു ബുക്ക് വായിച്ചിട്ടൊന്നുമല്ല, അത് നോർമലായിട്ടുള്ള ഒരു സ്വഭാവമാണ്. അതോടൊപ്പം സകല മനുഷ്യരും സന്തോഷമായിരിക്കണം, ഇതാണ് എൻ്റെ ആഗ്രഹം. വളരെ കുഞ്ഞു പ്രായം മുതൽ ആക്ച്വലി ചാരിറ്റി പോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. സംഘടനകളിലായിരുന്നാലും ഒക്കെ വർക്ക് ചെയ്ത് ചാരിറ്റി ആക്ടിവിറ്റീസ് ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കാനുള്ള എല്ലാ പോസിബിലിറ്റീസും കണ്ടെത്തുകയും സഹായിക്കുകയൊക്കെ ചെയ്യും. അത് സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ അത് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഉപവാസം എടുത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും ഒരുപാട്. അപ്പൊ എനിക്കിങ്ങനെ കാഴ്ചകൾ കാണാൻ പറ്റും, നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പൊ അതൊക്കെ വളരെ കുഞ്ഞാണ് കേട്ടോ. അപ്പൊ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ പറയും, ഓക്കെ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറയുമ്പോ എനിക്ക് തന്നെ അറിയില്ല ഇതൊക്കെ സംഭവിക്കുന്നു. ഇങ്ങനെ കാണുന്ന കാഴ്ചകൾ ഇങ്ങനെ പറയും. പക്ഷെ ഇവൻച്വലി ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ശരിക്കും നടക്കുന്നതായിട്ടൊക്കെ അനുഭവത്തിൽ വരാറുണ്ട്. അപ്പൊ ഈ ഉപവാസത്തിലുള്ള ഈ പ്രാർത്ഥനയും കൊച്ചു പ്രായമാണെന്ന് ആലോചിക്കണം. ക്ലിയർ ആകുന്നില്ലേ ഞാൻ പറയുന്നത്? ഉണ്ട്, നമുക്ക് ക്ലിയർ ആണ്. അവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ടാവും. ഓക്കെ. ഹസി ചേച്ചി നോക്കൂ കേട്ടോ, വാട്ട് ഇസ് ഇഷ്യൂ തീർന്നു. അപ്പൊ ഞാൻ ആക്ച്വലി കൊച്ചു പ്രായം മുതൽ ഈ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ആർക്കെങ്കിലും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരുടെ രോഗങ്ങൾ ഇങ്ങനെ മാറിപ്പോവും. തലയെ തൊട്ടൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരുടെ പെയിൻ മാറിപ്പോവും. ഇതൊക്കെ എൻ്റെ ലൈഫിന്റെ നോർമൽ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, പിന്നെ കാലങ്ങൾ കടന്ന് വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഒരു ഭാവം എന്ന് വെച്ചാൽ, ഓക്കെ എന്ത് കിട്ടിയാലും ഇല്ലെങ്കിലും ഓക്കെ, ജീവിതം മുന്നോട്ട്. അപ്പൊ അതിനകത്ത് ആൻഡ് ഓൾവേസ് ക്വസ്റ്റ്യനിങ് ആണ്, എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം. സാധാരണ കൊച്ചുമക്കളോ അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ളവരോ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഒരു അപാര ധൈര്യം എന്ന് പറയാം. ധൈര്യം എന്ന് പറഞ്ഞാല് അതൊരു ഒരു നിരാശാജനകമായിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ വരാണെങ്കിൽ അതിൽ നിന്ന് തനിയെ എഴുന്നേറ്റ് നടക്കാനും പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു ധൈര്യമാണ്. ബിക്കോസ് ഉള്ളിൽ നിന്ന് ഒരു ധൈര്യം. ആൻഡ് എന്നെ ആൾക്കാരെ കളിയാക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ അടുത്തറിയുന്നവര് അവർക്ക് ചിലപ്പോൾ തോന്നും ഒരു പേഴ്സണാലിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാല്, ആരെങ്കിലും എങ്ങനെ ഉപദ്രവിച്ചാലും ശരി കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകുന്നത്. എന്നിട്ട് അവരോട് തന്നെ പോയിരുന്ന് ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് സംസാരിക്കും.
ഓർ കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കുകയില്ല. സോ ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് എനിക്ക് ബേസിക് ആയിട്ട് മേ ബി ഏതെങ്കിലും ലൈഫ് ടൈമിൽ ഞാൻ ഒരുപാട് സാധനങ്ങൾ ചെയ്തതിന്റെ ഭാഗമായിട്ട് കിട്ടിയതാണോ എന്നൊന്നും എനിക്കറിയില്ല, ആയിരിക്കാം. പക്ഷെ ഇതൊരു ബേസിക് ക്വാളിറ്റി ആയിട്ട് എനിക്കുണ്ട്. ആൻഡ് ഞാൻ ആക്ച്വലി ജീസസിന്റെ കടുത്ത എന്താ പറയാ, വളരെ സ്പിരിച്വൽ ആണ്. ഇപ്പൊ ജീസസ് പഠിപ്പിക്കുന്ന ഈ കരണത്തടിച്ചാൽ ഇത് കാണിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ, അപ്പൊ ആ ഒരു ക്ഷമിക്കുക എന്നുള്ള ഒരു ഐഡിയോളജി ഒക്കെ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് ലൈക്ക് സോ മച്ച് ഇൻ ടു മീ. എല്ലാവരോടും ക്ഷമിക്കുക, നന്ദിയുള്ളവരാകുക, എല്ലാ റിലീജിയനിലും ഉണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഓൾറെഡി ഉണ്ടാവും. അങ്ങനെയാണ് എനിക്ക് പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ബുക്ക് കിട്ടണം. അതിനുശേഷം ഞാൻ അതിന്റെ യാത്രയിലായിരുന്നു. ഓ, നമ്മുടെ ഉള്ളിൽ നിന്നാണോ ഇത്രയും ശക്തിയൊക്കെ ഉള്ളത്, നമ്മുടെ ഉള്ളിൽ നിന്നാണോ ഇതൊക്കെ വരുന്നത് എന്നൊക്കെ ഉള്ളത് ഓക്കെ ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്യാനും റിയലൈസ് ചെയ്യാനും തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്, ഫൈൻ, ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അതുവരെ മോട്ടിവേഷൻ ക്ലാസ്സിലൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. UAE ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. അപ്പൊ അവിടെ ഞാൻ EFT പഠിക്കുന്നു. പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് റിലീജിയസ്ലി പ്രാക്ടീസ് ചെയ്യും കേട്ടോ. അതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത. സീക്രട്ട് ബുക്ക് വായിക്കുന്നു, വെള്ളത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ആ ക്ലാസ് ഒരുപാട് അവയർനെസ് തന്ന ക്ലാസ് ആണ്. വെള്ളത്തിന്റെ മഹത്വം ഇതാണ്, നമ്മൾ കുടിക്കുന്ന ജലം ശരിക്കും ഒരുപക്ഷെ മുസ്ലിംസിന് അറിയാൻ പറ്റും. നിങ്ങൾ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഒരു വാചകം പറഞ്ഞിട്ടാണ് കുടിക്കേണ്ടതെന്ന് തോന്നുന്നു എനിക്ക്. അതെ, നമ്മള് ബിസ്മി ചൊല്ലും ദൈവത്തിന്റെ നാമത്തിൽ. അതെ, കാരണം ആ വെള്ളം ഞങ്ങളിപ്പോ ഞങ്ങളുടെ റിലീജിയൻ പ്രകാരം ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട്, അപ്പൊ അങ്ങനെയൊക്കെ എല്ലാ റിലീജിയനിലും ഇതിന്റെയൊക്കെ മഹത്വം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ റിലീജിയനിലും കുറെ സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്ത് നമ്മളത് എന്തിനാ ചെയ്യുന്നത് നമുക്കറിയില്ല, പക്ഷെ ഇറ്റ് ഇസ് ബെനിഫിറ്റിംഗ് അസ്, നമ്മളെ ശരിക്കും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ വെള്ളത്തിന് ഇത്രയും പവർ ഉണ്ടെന്നും ഇതുപോലും നമ്മുടെ ബോഡിയിൽ 60%ഓളം 67% എങ്കിലും ഒരു അഡൾട്ട് പേഴ്സന്റെ ഉള്ളിൽ വാട്ടർ ആണെന്നും നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അതിന് കഴിയുമെന്നും ഒക്കെ ഞാൻ റിയലൈസ് ചെയ്യുന്നത് ആ ക്ലാസ്സിൽ നിന്നാണ്. പിന്നെ ഡോക്ടർ ഇമോട്ടോ മൊറാസോ, ഐ തിങ്ക് ഹിസ് നെയിം, ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ എം സ്പെല്ലിംഗ് ഇറ്റ് കറക്റ്റ്ലി, പ്രൊണൗൺസിങ് ഇറ്റ് കറക്റ്റ്ലി എന്ന് എനിക്കറിയില്ല. ഒരിക്കൽ ഞാൻ ഇതിനു മുൻപ് ഒരു യൂട്യൂബ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വാട്ടറിന്റെ പവറിനെ കുറിച്ച്. സോ ആ ക്ലാസ് തന്ന അവയർനെസ് മാസീവ് ആണ്. EFT പിന്നെ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സോ അതിനൊക്കെ ശേഷം ആണ് എനിക്ക് ആക്ച്വലി എന്നാലും എൻ്റെ ഉള്ളിൽ നിന്ന് സ്ട്രെസ് മാറുന്നില്ല. ഞാൻ 21 days ആ പ്രോസസ്സ് ചെയ്യുന്നു, ഈ പ്രോസസ്സ് ചെയ്യുന്നു, ബട്ട് ഉള്ളില് സംതിങ് ഇസ് മിസ്സിങ്. ഓക്കെ, എല്ലാം ചെയ്യുമ്പോഴും അതായത് ശ്രമിച്ച് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. എല്ലാം കുഞ്ഞുനാളിലെ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം അത് ശ്രമിച്ച് ക്രിയേറ്റ് ചെയ്യണത് പോലെ. ഓക്കെ, മെഡിറ്റേഷനും ഒക്കെ ചെയ്യാൻ തുടങ്ങി, എൻ്റെ യൂട്യൂബ്സും ഒക്കെ ഫോളോ ചെയ്യാനും ഒക്കെ അങ്ങനെയൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോഴേക്കുള്ള അനുഭവങ്ങളൊക്കെ ഡിഫറെന്റ് ആണ് കേട്ടോ. ശരിക്കും ലൈക്കിനോ പല ബീയിങ്സിന്റെ ഒക്കെ അനുഭവങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ഈ ആക്സസിന്റെ അതൊക്കെ വളരെ ഒരു 2-3 വീക്സിനിടയ്ക്ക് നടക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ 2-3 to 4 വീക്സിനിടയ്ക്ക് നടക്കുന്ന സംഭവങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്സസിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ദ ഡേ 1 itself everything shifted for me. അതുവരെയും ഇല്ലാത്തൊരു ലോകമായിരുന്നു അതിനുശേഷം ഉണ്ടായത്. ആക്സസിന്റെ ഓരോ പ്രോസസ്സും നിർത്താണ്ട് ഞാൻ ഇങ്ങനെ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ ആക്സസിന്റെ പല ക്ലാസ്സുകൾ ഞാൻ പർച്ചേസ് ചെയ്തു. നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്താ ഒരു ക്ലാസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് അത് $150 ആണെന്ന് തോന്നുന്നു. അപ്പൊ അത് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് എനിക്കത് കേട്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. ഇതായിരുന്നു എന്റെ അവസ്ഥ. പക്ഷെ അതിങ്ങനെ കേട്ടോണ്ടിരിക്കാണ്, റൈറ്റ്? ഓക്കെ, ബട്ട് ഇറ്റ്സ് ഗോയിങ് ത്രൂ. ആ ക്ലിയറൻസ് ഉള്ളിൽ നടക്കുന്നുണ്ട്. അതാണ് ആക്സസിന്റെ പ്രത്യേകത. നമുക്കൊന്നും മനസ്സിലായാലും കുഴപ്പമില്ല, നമ്മുടെ ക്ലിയറൻസ് നടക്കും. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ബാസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, വിത്തൗട്ട് എനി കോംപ്രമൈസ്. അത് എൻ്റെ ആവശ്യമാണ്, മറ്റുള്ളവരുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ ആരുടെയും മുന്നിൽ ആക്സസ് കൊള്ളാമെന്നോ മോശമെന്നോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്കറിയണമായിരുന്നു, അയ്യോ എന്താ ഇത്, എൻ്റെ ഉള്ളിലൂടെ എന്താ ഈ ലൈറ്റ്, അത് ഇത് എന്താ ഇത് എന്നുള്ളത്.
സോ മെനി കളേഴ്സ്, ഒരു ഇടിമിന്നൽ കാണുന്നു, ലൈറ്റ്സ് കാണുന്നു, സോ മെനി കളേഴ്സ് ആൻഡ് ബ്യൂട്ടി എന്നൊക്കെ ബ്യൂട്ടിഫുൾ വോയിസിലൊക്കെ സംസാരിക്കുന്നത് കേൾക്കണു. ആൻഡ് അങ്ങനെ പല പല വ്യത്യസ്തമായ നിരവധി അനുഭവം. അതിനുശേഷം എൻ്റെ ഭൗതികമായ ജീവിതത്തിൽ എൻ്റെ കരിയറിനൊക്കെ ഉയർച്ച വരുന്നു, സാലറി ഒക്കെ വർദ്ധിക്കുന്നു. എല്ലാ തലത്തിലും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാൻ തുടങ്ങുന്നു. പല കാര്യങ്ങളും എനിക്ക് ബോധ്യം വരുന്നു. പിന്നെ ഞാൻ പ്രൊമോഷൻ കിട്ടിയിട്ട് ഞാൻ ഇവിടെ പോവാണ്, കെനിയയ്ക്ക് പോവാണ്. അവിടെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കൂടുതലും കുറച്ചും കൂടെ എനിക്ക് ടൈം, ഐ വാസ് ലൈക്ക് സോ മച്ച് ഇൻ ടു, അതായത് ഒരു നത്തിങ്, ഉള്ളിൽ വല്ലാത്തൊരു ശാന്തതയാണ്. ആ ഒരു ശാന്തമായ ഒരു അനുഭവത്തില് ഞാനിങ്ങനെ സൂര്യനെ നോക്കി ഇരിക്കാൻ തുടങ്ങി. കുറേ സമയം എന്നും ഇങ്ങനെ സൂര്യനെ നോക്കി ഇരിക്കാൻ തുടങ്ങി. തന്നെ ഇങ്ങനെ ഇരുന്ന് മെഡിറ്റേഷനും ഒക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി, ത്രൂ ആക്സസ് പ്രോസസ്സും എല്ലാം. അങ്ങനെ ഒരു ദിവസം രാത്രി കിടക്കുന്ന സമയത്ത് ഒരു 3-3:30 സമയമായിട്ടുണ്ടാവും. കറക്റ്റ് എനിക്ക് ടൈം ഒന്നും ഓർമ്മയില്ല. ബട്ട് എൻ്റെ ബോഡി ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാല്, ഞാൻ കിടന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ ബോഡി ഇങ്ങനെ ഒരു ബോംബ് സ്ഫോടനം സംഭവിക്കുന്ന പോലെ, ഹാർട്ട് ചക്രയുടെ ഭാഗത്താണ് കേട്ടോ, ബോംബ് സ്ഫോടനം സംഭവിക്കുന്നത് പോലെ എൻ്റെ ബോഡി ആക്ച്വലി ഇങ്ങനെ, ശരിക്കും ലിറ്ററലി ഒരു ബോംബ് പൊട്ടി. ഓക്കെ, എനിക്ക് സൗണ്ടും കേൾക്കാം, ആൻഡ് അതോടൊപ്പം തന്നെ എൻ്റെ ബോഡി എനിക്ക് ശരിക്കും ആ കിടന്ന സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഉയർന്ന് ഇങ്ങനെ താഴെ വീഴാണ്. പെട്ടെന്ന് ഇങ്ങനെ കണ്ണിങ് തുറന്നു നോക്കുമ്പോൾ അതേ സമയത്ത് അതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട്, ഡയറ്റീന്ന് ദേവത എന്ന് എഴുതി കാണിക്കുന്നുണ്ട്, പച്ച കളറ്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ റൂം ഫുള്ളും പച്ച കളർ. ആക്ച്വലി നൈറ്റാണ്, ഇരുട്ടാണ്, പക്ഷെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ റൂം ഫുള്ളും പച്ച നിറത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണ്. എന്താണ് സംഭവിച്ചെന്നോ ഏതാണ് സംഭവിച്ചതെന്നോ ആരോട് ചോദിക്കണമെന്നോ ഒരു ഐഡിയ ഇല്ല. ഐ വാസ് ജസ്റ്റ് സിറ്റിംഗ് ലൈക്ക് ദിസ്. പിന്നീട് അങ്ങോട്ട് എനിക്ക് ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല. കുറച്ച് ദിവസം ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. എങ്ങനെ, എന്ത്, ഏതാ. അതിനുശേഷം പിന്നെ ഈ ലോകത്തെ കാണുന്ന രീതി തന്നെ മാറിപ്പോയി, മനുഷ്യരെ കാണുന്ന രീതി മാറിപ്പോയി, മരങ്ങളെ കാണുന്ന രീതി മാറി, എവറിത്തിങ് ചേഞ്ച്ഡ്. പക്ഷികളെ കാണുന്ന രീതിയും, മണ്ണ് കണ്ടാല് മണ്ണിനെ കാണുന്ന രീതിയും, പിന്നെ ഉള്ളിൽ നിന്ന് ഒരുപാട് ബോധ്യം ഇങ്ങനെ ഒന്നിനും ഒരു അർത്ഥമില്ലാത്ത പോലെ തോന്നി. എന്ത് ഓരോന്നിനും ഈ ലോകത്തിന്റെ ജീവിതം, എല്ലാ മനുഷ്യരിങ്ങനെ ഓട്ടമാണ്. ആ പ്രയാസം, ഈ പ്രയാസം, ഇതിന്റെയൊക്കെ അറ്റത്ത് എന്ത്, ഇതിനപ്പുറം എന്ത്. ലൈഫ് ആക്ച്വലി ചേഞ്ച്. കുറെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ചിന്തയല്ല കേട്ടോ അത്, ചിന്തയല്ല. ഇറ്റ്സ് ലൈക്ക് വൈ ഐ എം ഹിയർ. ഞാൻ എന്തിനാ ഇവിടെ, ജീവിതം എന്താ ഇങ്ങനെ, മനുഷ്യരെന്തിനാ ഇത്രയും ദുഃഖങ്ങളൊക്കെയും, മനുഷ്യരെന്താ ചിരിക്കാത്തത്, എന്തൊക്കെ ലഭിച്ചിട്ടും മനുഷ്യർക്ക് എന്താണ് ഒരു സന്തോഷമില്ലാത്തത്, എല്ലാവരും എന്തിനാ ഇങ്ങനെ പരാതി പറഞ്ഞ് ജീവിക്കുന്ന, ഇവിടെ എന്താ ലഭിക്കാനുള്ളത്. ആൻഡ് അനുഭവങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. അതിനുശേഷം ഇപ്പോഴും ഞാൻ അതൊക്കെ പറയുമ്പോൾ എൻ്റെ കൈകളിലൂടെ എനർജി ഫ്ലോ ചെയ്യുന്നുണ്ട്. ആർക്കൊക്കെയാണ് കിട്ടണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, റൈറ്റ്. റിസീവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർ റിസീവ് ചെയ്യും. യാ, സോ actually the life actually changed after that, the way I see people. പിന്നെ പിന്നെയും ഒരുപാട് 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 ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിച്ചു. ബട്ട് ആഫ്റ്റർ ദാറ്റ്, അത് ബിഫോർ ഹാർട്ട് ചക്ര ഓപ്പണിംഗ് ആൻഡ് ആഫ്റ്റർ ഹാർട്ട് ചക്ര ഓപ്പണിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. ആഫ്റ്റർ ദാറ്റ് എല്ലാവരോടും സ്നേഹമാണ് കേട്ടോ, മനുഷ്യരോട് മുഴുവൻ. ഞാൻ ആക്ച്വലി ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ കൈകൾ, എനിക്ക് ഫീൽ ചെയ്യുന്ന വൈബ്രേഷൻ ഉണ്ടല്ലോ, ലോഡ് ഓഫ് എനർജി ഫ്ലോയിങ് ത്രൂ. നോർമലി ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ പുറത്ത് എനിക്ക് പറയാൻ പേടിയായിരുന്നു കേട്ടോ. മീൻസ് ഞാൻ ESP പാരാനോർമലില്
എൻ്റെ ഇന്റർവ്യൂ തന്നെ കൊടുക്കുമ്പോൾ പോലും ശരിക്കും ഞാൻ പേടിച്ചാ പറയുന്നത്. ആൻഡ് പേടിച്ച് മീൻസ് ഉള്ളിൽ ചെറിയൊരു ഭയം. അത് വേറൊന്നും കണ്ടല്ല. ഞാൻ വിശ്വസിക്കുന്ന റിലീജിയനില് ഇതൊക്കെ വലിയൊരു ഇറ്റ്സ് നോട്ട് ആക്സെപ്റ്റബിൾ. മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് ലൈക്ക് ഇറ്റ് ടു ഹിയർ ലൈക്ക് ദിസ്. ഇങ്ങനെയൊന്നും കേൾക്കാൻ അവരൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഒരു വ്യക്തിയിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും എന്നൊന്നും കേൾക്കാനോ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു മാറ്റം ഉണ്ടാകും എന്നൊക്കെ കേൾക്കാനൊന്നും ആരും ഇഷ്ടപ്പെടുന്നില്ല. രാത്രി നമുക്കിങ്ങനെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ജീവിച്ച് അതിൽ മാത്രം ആനന്ദം കണ്ടെത്തി കരങ്ങി ജീവിച്ചു പോകുന്നതാണ് ജീവിതം എന്ന് വിശ്വസിക്കാനും അതിലൂടെ കടന്നു പോകാനുമാണ് എല്ലാവർക്കും ഇഷ്ടം. എല്ലാവർക്കും അല്ല, ഒരുപാട് പേർക്കും ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് പറയുമ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റി എന്നെ വെറുക്കുമോ എന്നൊക്കെ, അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റി വെറുത്താൽ എൻ്റെ ഫാമിലി, എൻ്റെ മക്കള്, ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഒരു തോട്ട് പ്രോസസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് നൗ ഐ ഫീൽ ലൈക്ക് സേയിങ് ഓൾ ദിസ്. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ എന്നെ വെറുത്താലോ, കമ്മ്യൂണിറ്റിന്ന് പുറത്താക്കിയാലോ, ഓർ ഈവൻ ഇഫ് ഐ ആം ലെഫ്റ്റ് അലോൺ, ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. സോ ഇറ്റ്സ് വെരി പവർഫുൾ. എനിവേ, after that my life changed. അതിനുശേഷം എല്ലാം ഇപ്പൊ കൂടുതൽ ഹയർ തലങ്ങളിലോട്ട്, ബോധത്തിന്റെ ഹയർ തലങ്ങളിലോട്ട് സഞ്ചരിക്കും തോറും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഐ എം ഏബിൾ ടു ലിഫ്റ്റ് ഹിം വിത്തൗട്ട് ടച്ചിങ്. തൊടാണ്ട് തന്നെ അവരെങ്ങനെ SOP ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയത് വലിയൊരു, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. യാ, ഓക്കെ. എനിവേ, സോ ഇതായിരുന്നു. പിന്നെ എനിക്ക് ആ തുടക്ക കാലഘട്ടത്ത്, ഹാർട്ട് ചക്ര ഓപ്പണിങ്ങിന്റെ തുടക്ക കാലഘട്ടത്ത് ലോകത്തിലെ ഒന്നും വേണ്ട എന്നുള്ളൊരു അവസ്ഥയായി. ഫാമിലി വേണ്ട, ഓർ എനിക്ക് ആക്ച്വലി ജോലി വേണ്ട, ഒന്നും വേണ്ട, ഭൗതികമായിട്ടുള്ള ഒന്നും വേണ്ട. ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ കുറച്ചു ദിവസം കടന്നുപോയി. ആൻഡ് പിന്നെ ഡെലിബറേറ്റ്ലി ഞാൻ തിരിച്ചു വരികയായിരുന്നു. നോ, ഇറ്റ് ഷുഡന്റ് ബി ലൈക്ക് ദാറ്റ്. വീണ്ടും കുറെ കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചതൊക്കെ മറ്റുള്ളവരിലും എത്തിക്കണം, ഓർ ആ ഒരു അനുഭവം എല്ലാ മനുഷ്യരിലും, അവരിലും ഒക്കെ എത്തണം. ഇത്രയും സന്തോഷവും ആനന്ദവും ഒക്കെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഇരിപ്പുണ്ട് എന്ന് എല്ലാവരോടും വിളിച്ച് പറയണം എന്നൊക്കെ ആ സമയത്തൊക്കെ തോന്നി. അതിനുശേഷമാണ് വന്നിട്ട് ഞാൻ ലൈക്ക് ഇന്റർവ്യൂ ചെയ്യുന്നത്, ESP പാരനോർമലില് ഇന്റർവ്യൂ ചെയ്യുന്നത്. സോ ദിസ് വാസ് മൈ മാം എക്സ്പീരിയൻസ്. മാം ഇത് പറയുമ്പില്ലേ, മാമിന്റെ ഓറ ഭയങ്കരമായിട്ട് വലുതായി ഇങ്ങനെ വരും. താങ്ക് യു. അതെ, മാം പറയുമ്പോഴേ കയ്യിൽ എനിക്ക് ഗ്രീൻ ലൈറ്റിന്റെ ഒരു ഷെയ്ഡ് പോലെ ഫീൽ ചെയ്യുന്നു. എനിക്ക് ആക്ച്വലി എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ എനർജി ഫ്ലോ ചെയ്തിട്ട് അതല്ല, ഈ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ വൈബ്രേഷൻ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഓറ. That's what we all are miracle. ഞാൻ എന്റെ ബോഡി മാത്രമല്ല. നന്നായി ഹീറ്റ് ആവുന്നു മാം പറയുന്നതിനനുസരിച്ച് ശരീരം. Yeah. So എനിവേ, ആ ഒരു ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറട്ടെ. ലൈഫിലും എല്ലാവർക്കും ഒരു മാറ്റം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു മാം. മാം താങ്ക് യു സോ മച്ച്. Right. ഒരു ദിവസം ഞാൻ SOP എല്ലാവർക്കും ആക്ച്വലി ഫ്രീ ആയിട്ട് തരാം. ബട്ട് ഐ വിൽ നോട്ട് റെക്കോർഡ് ദ സെഷൻ. അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. താങ്ക് യു മാം. താങ്ക് യു. റൈറ്റ്. സോ ഇതാണ് എൻ്റെ അനുഭവം. ഇതാണ് എനിക്ക് അതിനുശേഷം ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിലാലോചിക്കുന്നു, ആ കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് സംഭവിക്കുന്നു, പെട്ടെന്ന് സംഭവിക്കുന്നു. അത് പ്രയാസമുള്ള കാര്യമാണ് ആലോചിക്കുന്നതെങ്കിൽ പ്രയാസമുള്ള കാര്യം സംഭവിക്കുന്നു. നല്ല കാര്യം ആലോചിക്കുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു. ചില വ്യക്തികളെ കാണണം എന്ന് ആലോചിക്കുന്നു, അവർ നമ്മുടെ വീട്ടിലോട്ട് വരുന്നു. വേണ്ടി സംഭവിച്ചതോ? ഞങ്ങൾക്ക് വേണ്ടി സംഭവിച്ചതോ? എല്ലാവർക്കും ഇത് പറയുന്നത് കൊണ്ട് ഞാൻ ഗ്രേറ്റും മറ്റുള്ളവർ ചെറുതും ഒന്നും അല്ല. നമ്മളിൽ എല്ലാവരിലും ഈ ഒരു ശക്തി ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ എല്ലാവരും ആക്സസ് ചെയ്യണം. ഇതിലോട്ട് നമ്മൾ എല്ലാവരും കടന്നു വരണം എന്നാണ് പറയണത്. നമ്മൾ ഈ വായിച്ചതും കേട്ടതും ഒക്കെ മഹർഷിമാരോ ഋഷിവര്യന്മാരോ അല്ലെങ്കിൽ ഉയർന്ന തലങ്ങളിൽ നമുക്ക് മുന്നേ സഞ്ചരിച്ചവരൊക്കെയും അനുഭവിച്ച് കടന്നു പോയതൊക്കെ
നമ്മളിലും ഇരിപ്പുണ്ട് എന്നാ പറയണത്. ഇറ്റ്സ് നോട്ട് അവർക്ക് മാത്രം കിട്ടിയൊരു പ്രിവിലേജ് ആയിട്ട് കരുതിയിരിക്കേണ്ട. ഒരു സാധാരണക്കാരിലും സാധാരണക്കാരിയായ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിലോട്ട് നമ്മൾ കടന്നു വരണം. അതുകൊണ്ടാണ് ഓരോ ദിവസവും പ്രഷ്യസ് ആണെന്ന് പറയുന്നത്. നമ്മൾ ശരീരത്തിലായിരിക്കുമ്പോൾ ഉള്ള ഓരോ ദിവസവും പ്രഷ്യസ് ആണ്. ശരിക്കും നിങ്ങള് എനിക്ക് ഈ ആത്മാക്കളോട്, മരണപ്പെട്ടു പോയവരോട് സംസാരിക്കുന്നതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവരോട് എനർജറ്റിക്കലി കമ്മ്യൂണിക്കേറ്റ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതോടൊപ്പം ആ ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പലരുടെയും ഉള്ളിലിരിക്കുന്ന മരണപ്പെട്ടു പോയവരെയൊക്കെ നമ്മൾ അങ്ങനെ റിമൂവ് ചെയ്ത അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. സോ ഉള്ളിലിരിക്കുന്നതും ജീവിതങ്ങളിലിരിക്കുന്നതും വീടുകളിലിരിക്കുന്നവരെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാറുമുണ്ട്. അത് ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ നമ്മളത് ചെയ്യാറുണ്ട്. സോ ഹവർ മരണപ്പെട്ടു പോയവർ ശരിക്കും പറഞ്ഞാൽ ശരീരമില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുകയാണ്. ശരീരമുള്ളവർക്ക് അതിന്റെ വാല്യൂ അറിയാതെ ജീവിക്കുന്നു. ശരീരത്തിൽ ഇരുന്നുകൊണ്ട് വിഷമിക്കുകയാണ്. ഫോർ വാട്ട്? ഓക്കെ, സോ പ്ലീസ് അക്നോളജ് യുവർ ബോഡി. നമ്മള് ചില കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിപ്പോ എന്നെ കേട്ടിരിക്കുന്നവരെല്ലാം ആഗ്രഹത്തോടെ വന്ന് കേട്ടിരിക്കുന്നവരാണ്. ഇത് ഞാൻ യൂട്യൂബിൽ റെക്കോർഡ് ചെയ്തിരിക്കും അയക്കുമ്പോഴത്തേക്കും ഇതൊരു രസത്തിന് കേട്ട് കളിയാക്കാൻ വരുന്നവരും ഇൻസൾട്ട് ചെയ്യാൻ വരുന്നവരും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഗാരി ഞങ്ങളോട് എപ്പോഴും പറയും, മനുഷ്യർക്ക് കേൾക്കാൻ പറയുന്നത് മാത്രം പറയുക എന്ന് പറയും. അതായത് ഒരു വ്യക്തിക്ക് കേൾക്കാൻ കഴിയുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ നശിപ്പിക്കരുത് എന്ന് പറയും. ഓക്കെ, സോ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മള് മാം ആക്സസ് എല്ലാം പഠിച്ചത് കൊണ്ട് 99% ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ആക്സസ് പഠിച്ചവർക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇത് മനസ്സിലാവും. ആക്സസ് പഠിക്കാത്തവർക്കും മനസ്സിലാകട്ടെ. നിങ്ങളും ആക്സസ് ലോകത്തിലോട്ട് കടന്നു വരൂ. അതൊരു നോർമൽ സ്പിരിച്വൽ പ്രോസസ് അല്ല. ബോധം ശരിക്കും ലൈക്ക് അതായത് ഇരുട്ടുമുറിയിൽ വെളിച്ചം വന്നതുപോലൊരു അവസ്ഥയാണ് കോൺഷ്യസ്നസ്. ആൻഡ് ബാസ് മാത്രം പഠിച്ച ഒരു ഹയർ തലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യണം. ഇറ്റ്സ് യുവർ ലൈഫ് ആൻഡ് ഇറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ, എങ്ങനെയാണ് ഒരാളുടെ യോഗ്യത നമ്മൾ മനസ്സിലാക്കുക? അവർക്ക് അതിലോട്ട് വില്ലിങ്നെസ് ഉണ്ടാവണം. അതിലോട്ട് ഈ അറിവുകളൊക്കെ ഞാൻ നേടണം എന്നൊരു വില്ലിങ്നെസ് ഉണ്ടാവണം. അതാണ് ഗാരി പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. നമ്മളൊരു വ്യക്തിക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ ക്ലാസ്സിൽ വലിയ മുതിർന്നവർ വന്നിരിക്കാറുണ്ട്, കൊച്ചുകുട്ടികൾ വന്നിരിക്കാറുണ്ട്. മേ ബി കൊച്ചുകുട്ടികൾക്ക് ഒരു പക്ഷേ ഞാൻ പറയുന്ന എല്ലാ കണ്ടന്റ് ആവശ്യം ഉണ്ടാവില്ല. സോ ആ കുട്ടികളെ ഞാൻ പിടിച്ചിരുത്തിയിട്ട് അവർക്ക് ഈ ഉയർന്ന ബോധമൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ദേ മൈ നോട്ട് റിക്വയർ ഇറ്റ്. അപ്പൊ എങ്ങനെയാണ് ഒരാളുടെ ക്രൈറ്റീരിയ നിശ്ചയിക്കുന്നത്? ഇവർക്ക് ഇത് വേണോ വേണ്ടയോ എന്നെങ്ങനെയാ ക്രൈറ്റീരിയ നിശ്ചയിക്കുന്നത്? അവര് വിൽഫുൾ ആയിട്ട് അവർ തന്നെ വരണം. എനിക്കിത് അറിയണം, എനിക്കിത് മനസ്സിലാക്കണം, മറ്റെന്തിനേക്കാളും എൻ്റെ ജീവിതം ഈ ബോധ്യങ്ങളൊക്കെയാണ് എനിക്ക് അറിയേണ്ടത് എന്ന് സ്വയം കടന്നു വരുന്നവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ആക്സസ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. എനിവേ, അല്ലാത്തവർക്കും പറയുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. ആർക്കും ഫ്രീ ആയിട്ട് ഒരുപാട് അത് നമുക്ക് ലേയേഴ്സ് മാറണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ശരി. സോ ഇതാണ് എൻ്റെ അനുഭവം ഹാർട്ട് ചക്ര ഓപ്പൺ ആയതിന്റെ. ആൻഡ് ജഗതി ചേച്ചി, ഇഫ് യു there, if you want to ask anything else. ജഗതി ഉണ്ട് മാഡം. ക്വസ്റ്റ്യൻ ആണ്. മാഡം, ഞാനിപ്പോ മാഡമിന്റെ കയ്യിൽ രണ്ടും പച്ച കളർന്ന നീല കളർ കണ്ടോണ്ടിരിക്കുന്നു. അത് കുറെ മുമ്പ് മുതൽ അത് നിർത്താതെ കണ്ടോണ്ടിരിക്കുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എനിക്കത് കുറഞ്ഞു. പക്ഷെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എന്റെ കയ്യിൽ നിന്ന് എനർജി ഫ്ലോ ചെയ്തിട്ട് എനിക്ക് ചൂടെടുത്തിട്ട് ഞാൻ അത് എങ്ങനെയെങ്കിലും വെച്ചോണ്ടിരിക്കും. ആൻഡ് അതേ സമയത്ത് അത് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ സെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവർക്കും. റിസീവ് ചെയ്തോട്ടെ. എനിക്ക് ഇപ്പോഴും കാണുന്നുണ്ട്. എനിക്ക് നല്ലോണം കാണുന്നുണ്ട്. എനിവേ, അപ്പൊ ഞാൻ കൈ താഴ്ത്തിയിട്ടു. ഓക്കെ, റൈറ്റ്, ഫൈൻ.
സോ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ് ലൈക്ക് ഗാരിയുടെ സി നമ്മളെല്ലാവരും ഇത്രയും മിറാക്കിളാണ് കേട്ടോ. വി ഓൾ ആർ പവർഫുൾ. ജസ്റ്റ് ആക്സസ് പഠിച്ചവരെ നിങ്ങൾ ആക്ച്വലി ആക്സസ് പ്രോസസ്സ് നിങ്ങൾ ചെയ്യുക. ജെനുവിൻ ആയിട്ട് പഠിക്കാത്തവര് ദയവായിട്ട് നിങ്ങൾ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് പോയി പഠിക്കുക. നമുക്ക് ഒരുപാട് ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ട്, ആൻഡ് ഒരുപാട് ഫെസിലിറ്റേറ്റേഴ്സ് വീണ്ടും മറ്റുള്ളവർ വരികയും ചെയ്യും. ജെനുവിൻ ആയിട്ട് പഠിക്കാത്തവരെന്ന് പറയുമ്പോൾ ശരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് അതിന്റെ അനുഗ്രഹം ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ജസ്റ്റ് ആ പ്രോസസ്സ് മാത്രമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. യു ഷുഡ് ഓൾസോ റിസീവ് ദാറ്റ് ബ്ലെസ്സിങ്. ഓൾസോ യു ഷുഡ് ബി ഈ ഒരു വൈബ്രേഷനിൽ കൂടെ ആയിരിക്കണം. ആൻഡ് ശരിക്കും ഞാൻ പറയട്ടെ, ഞാൻ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുന്ന അത്ഭുതങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളെ ഞാൻ അതിനകത്ത് ഷെയർ ചെയ്യാറുള്ളൂ. ബട്ട് ആക്സസ് കടന്നു പോകുന്നവർ പോലും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ. കാരണം പലർക്കും അവർക്ക് തന്നെ ലൈഫ് ഈസി ആയി കഴിയുമ്പോഴുണ്ടല്ലോ, മിറക്കിൾസ് എന്നും മിറക്കിൾസ് കാണുമ്പോൾ പിന്നെ മിറക്കിൾസ് അല്ലാതാവും. അത് ശരിയാണ് മാം. യാ പിന്നെ മിറക്കിൾസ് മാത്രമാകുമ്പോ അതൊരു സാധാരണ കാര്യമായി അതൊരു പോകും. പിന്നെ അത് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സാക്ട്ലി. ടഫായിരുന്ന സമയത്ത് ഒരു കാര്യം കിട്ടുമ്പോൾ ഓ വാവ് എന്ന് നമുക്ക് തോന്നും. ബട്ട് വെൻ ഇറ്റ് ബിക്കംസ് ലൈക്ക് എല്ലാം ഈസിയായി കിട്ടി തുടങ്ങുമ്പോൾ പിന്നെ അത് മിറക്കിൾ അല്ലാണ്ടായി തീരും. ഇപ്പൊ ലൈഫ് ശരിക്കും അങ്ങനെ മാറിത്തീരുന്നത് കാണാൻ പറ്റും. ഇന്നലെ സംഭവിച്ചൊരു കാര്യം പറയാം. ട്രിവാൻഡ്രം ഗ്രൂപ്പിലെ ഒരു ഡോക്ടർ, പുള്ളിക്കാരത്തി ആക്ച്വലി ഡെസ്കിൽ വെച്ചിരുന്ന മൊബൈൽ ആരോ എടുത്തോണ്ട് പോയി. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ലോസ്റ്റ്. ദ നെക്സ്റ്റ് ഡേ ഇന്നാണ് ചേച്ചി ഇന്നലെ മെസ്സേജ് ഇട്ടിരുന്നു. അപ്പൊ ഞാൻ തിരക്ക് കാരണം ഞാനത് കണ്ടില്ലായിരുന്നു. അപ്പൊ ഇന്നാണ് ഞാനത് കണ്ടത്. അതിനകത്ത് മൊബൈൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഐ വാസ് ലൈക്ക് സെൻഡിങ് എനർജി ടു ഇറ്റ്. പെട്ടെന്ന് എനർജി സെൻഡ് ചെയ്തിട്ട് പറഞ്ഞു ഓൾ ദ കോൺട്രിബ്യൂഷൻ ടു ഇറ്റ് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉച്ച ആയപ്പോഴത്തേക്ക്, ഈവനിങ് ആയപ്പോഴത്തേക്ക് ചേച്ചി മെസ്സേജ് ഇട്ടു, എടുത്തോണ്ട് പോയ ആളെ തിരിച്ച് അതുപോലെ കൊണ്ട് വെച്ചിട്ട്. ഹൗസ് ഇറ്റ്? വാവ്. Wow. Wow. How does it get into this? What is possible? ഇതാണ് ഇതൊക്കെ വളരെ 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 കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ മാസീവാണ്. ആക്സസ് ശരിക്കും ഒരു മിറക്കിൾ ലോകമാണ്. എത്തിപ്പെടാത്തവരൊക്കെ എല്ലാവർക്കും എത്തിപ്പെടാൻ സാധിക്കട്ടെ. നമുക്ക് ഈ ലോകം സ്വർഗമാക്കാം. ഈ വയലൻസ് ഒക്കെ മാറ്റി നമുക്ക് കുറെ പൊട്ടിച്ചിരിക്കുകയും പുഞ്ചിരിക്കുകയും സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നവരായിട്ട് നമുക്കും മാറാം. ആൻഡ് പഠിച്ചവര് ഒരു 100 തവണ ചെയ്തു, ഞാൻ 150 തവണ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും നിർത്തരുത്. നിങ്ങളുടെ ഉള്ളിലെ അമേസിങ് പവർ മുഴുവൻ പുറത്തു കൊണ്ടുവരണം. ശരീരമുള്ളത് ഒരു അവസരമാണ്. പ്ലീസ് യൂസ് ഇറ്റ്. ഓക്കെ, റൈറ്റ്. താങ്ക് യു സോ മച്ച്. ഞാൻ നിർത്തി എന്റെ പ്രഭാഷണം. ഇനി നിങ്ങൾ പറയും. Thank you, ma'am. താങ്ക് യു Thank ഞാൻ you very ബാക്ക് much. ചക്ര ഓപ്പൺ ആയതിന്റെ അനുഭവം കൂടെ Thank you, ഒന്ന് ma'am. ഷെയർ ചെയ്യണം. ഇപ്പൊ അല്ല, Thank you. നെക്സ്റ്റ് Thank ക്ലാസ് you. ആയിക്കോട്ടെ. എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് താങ്ക് യു. ഓക്കെ, അതെ മാഡം, റൈറ്റ്. ഭയങ്കര നന്നായി. ജോയിൻ മാം ചെയ്തെന്ന് തോന്നുന്നു. മാം ഈ താങ്ക് യു വെരി എക്സ്പീരിയൻസ് മച്ച്. കേൾക്കാൻ എനിക്ക് വേണ്ടിയിട്ട്. എനർജി റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ കുഡ് ഫീൽ ഇറ്റ് വെരി വെൽ. വാവ്, താങ്ക് യു. താങ്ക് യു. Thank you. താങ്ക് യു. ശരിക്കും ഞാൻ ചില സമയത്ത് ഇപ്പോ വട്ടം വരച്ചാ നിൽക്കുന്നതെന്ന് വെച്ചാല് ചില സമയത്ത് എന്റെ ബോഡിയിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന എനർജി, കാരണം എനിക്കിങ്ങനെ കൈകാലൊന്നും നിലത്തുണാൻ പറ്റാത്ത ചില സമയത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. സോ യാ, എന്തായിരുന്നാലും അത് ഞാൻ കൂടുതൽ explain ചെയ്തിട്ട്. ഒരനുഭവം പറയാം. നേരത്തെ പറഞ്ഞതിനെ ബേസ് ചെയ്ത് യെസ് സർ. എൻ്റെ 2 കുട്ടികളുണ്ട്. ഒരാളുടെ അടുക്ക ഞാൻ ആക്സസിനെ കുറിച്ച് സംസാരിക്കും, മറ്റൊരാളുടെ അടുക്ക സംസാരിക്കില്ല. പിന്നെ ചെറുമക്കള് ഒരാള് ഇത് കേട്ട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും, അയാളുടെ മറ്റുള്ളവരോടൊക്കെ പറയില്ല. അത് നമ്മള് അറിയാതെ അവരിങ്ങോട്ട് വരുന്നതാണ്. കാണുമ്പോൾ നമുക്ക് പറയാൻ തോന്നുകയില്ല. That is it. അപ്പൊ തന്നെ ഇടയ്ക്ക് കുറച്ച് സമയം ഇങ്ങനെ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും പോലെ തോന്നി വാവ്. ഇടയ്ക്ക് വെച്ച്. Wow, thank you so much for acknowledging that. Thank you. Right. So ഇന്ന് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചായിരുന്നു. എസ്പെഷ്യലി ആക്ച്വലി പലരും ടാരറ്റ് റീഡിംഗ് ഓർ ലൈക്ക് ജാതകം ഓർ പാസ്റ്റ് ലൈഫ് അതുപോലെയുള്ള ഞാൻ ആരുടെയും ജീവിതം, ഐ മീൻ ഐ വാണ്ട് പീപ്പിൾ ടു ഗ്രോ. അതായത് ആൾക്കാർ അവരുടെ ലിമിറ്റേഷൻസിൽ നിന്ന് ഉയർന്നു വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്.
അതിനെക്കുറിച്ച് മറ്റൊരു ദിവസം സംസാരിക്കാം. ജാതകമൊക്കെ ഇപ്പൊ നമുക്ക് എഴുതാലോ മാം. എന്തോ? ആക്സസ് പഠിച്ചവർക്ക് ജാതകമൊക്കെ സ്വന്തമായിട്ട് എഴുതാലോ. അതെ, അതാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ വീണ്ടും നമ്മൾ പോയ ജാതകത്തിലും ഓക്കെ പഴയ ജന്മത്തിൽ ഞാൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് അനുഭവിക്കട്ടെ, അയ്യോ എന്റെ ടാരറ്റ് കാർഡിൽ പറയണു ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തു, ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു, ഓർ ഐ ഹാവ് ഡൺ ദിസ്, എന്റെ പൂർവികർ ആ തെറ്റ് ചെയ്തു, എന്റെ പൂർവികർ ഈ തെറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ ആ ഒരു ലിമിറ്റേഷൻസിൽ ജീവിക്കുന്ന ജീവിതം നിർത്തിയിട്ട് പ്ലീസ് നമ്മൾ ആക്സസിലൂടെ വേറൊരു പുതിയ ലോകമാണ് സൃഷ്ടിക്കുന്നത്. നമ്മുടെ തന്നെ ഒരു ജീവിതമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ആക്ച്വലി ക്ലാസ്സിൽ വരുമ്പോൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. ആൻഡ് ദെൻ മറ്റൊരു കാര്യം കൂടി എന്തോ പറയണമെന്ന് വിചാരിച്ചു, ഇറ്റ്സ് ഗോൺ. യാ, സോ താങ്ക് യു മൈ ഡിയർ ഓൾ. നിങ്ങൾക്ക് ആക്ച്വലി ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യാനുള്ള പറ്റുന്ന ക്ലാസ്സുകളാണ് സോ ആർ യു ഫിഷ് ക്ലാസ്. കുറച്ച് ടൂൾസ് ഒക്കെ അതിനകത്ത് തരും. ആക്സസിന്റെ ബാസ് ക്ലാസ് പങ്കെടുക്കാത്തവർ പ്ലീസ് ഫോർ യുവർ ലൈഫ്, ഫോർ യുവർ ഫാമിലി, ഫോർ എവറിബഡി പ്ലീസ് ജോയിൻ ബാസ് ക്ലാസ്. ദെൻ താങ്ക് യു ഫേസ്ബുക്ക് സോ ക്ലാസ് മച്ച്. ആക്ച്വലി പഠിച്ചിട്ടില്ലാത്തവർ അത് പഠിക്കൂ. ഞാൻ ഏപ്രിൽ കഴിഞ്ഞാൽ ഇതൊക്കെ പഠിക്കും മാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എപ്പോഴാണ് ഓക്കെ, ചേച്ചി താങ്ക് യു. ചൂസ് ചെയ്യുന്ന സമയം അന്നേരം പഠിക്കൂ കേട്ടോ. ഓക്കെ, അതെ അതെ ഓൾ റൈറ്റ് ദെൻ. സോ ബി മാം. ഹാപ്പി. ഇതൊന്നും പഠിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും പ്ലീസ് ലവ് ആൻഡ് ബി ഹാപ്പി. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാല് ആലോചിക്കേ, നമ്മളെല്ലാവരും ഇപ്പോ ആഫ്രിക്കയിലാണ്, വെള്ളമൊന്നും കിട്ടാത്തൊരു സ്ഥലത്താണ് നമ്മളൊക്കെ ജനിച്ചെങ്കിലോ. അതെ അവരുടെ ആ ജനനത്തെ കളിയാക്കുമല്ല, പക്ഷെ ഒന്ന് ആലോചിക്കേ, നമ്മൾ അങ്ങനെ ജനിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇന്ത്യക്കാരെ നോക്കി, കേരളത്തിലുള്ളവരെ നോക്കി, അയ്യോ ഈ കൊട്ടാരത്തിലൊക്കെ ജീവിക്കുന്ന വലിയ ആൾക്കാരല്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ അസൂയപ്പെട്ടേനെ. അതെ ഓക്കെ, ആൻഡ് നമ്മൾ ഭയങ്കര മഞ്ഞ്, സഹിക്കാൻ പറ്റാത്ത മഞ്ഞിലൊക്കെ ഇരുന്ന് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ കേരളത്തിന്റെ ഒക്കെ നല്ല പ്ലസന്റ് ആയിട്ടുള്ളൊരു പച്ചപ്പും അതൊക്കെ കാണുമ്പോൾ അയ്യോ ഇവരൊക്കെ എന്ത് ഭാഗ്യം ചെയ്ത മനുഷ്യരാ എന്നൊക്കെ നമ്മൾ അസൂയപ്പെട്ടേനെ. എന്റെ മോനിപ്പൊ അസൂയപ്പെടുന്നുണ്ട് കാനഡയിൽ ഇരുന്നിട്ട്. അമ്മ ഭാഗ്യം ചെയ്തതാ. ഞാൻ യു കെയിൽ 2 years ഉണ്ടായിരുന്നല്ലോ. സോ ഐ വാസ് ലൈക്ക് തിങ്കിങ് താങ്ക് യു സോ മച്ച് യു കെ. ബട്ട് എനിക്ക് വാട്ട് ഐ ഫെൽറ്റ് ഇസ് ലൈക്ക്, ഓ മൈ ഗോഡ്, അവർ കൺട്രി ഈസ് സോ അമേസിങ്. അനുഭവം പറയട്ടെ, ഒരു അനുഭവം. സർ പറയൂ. ആഫ്രിക്ക പറഞ്ഞാൽ ഒരു അനുഭവം പറയാതിരിക്കാൻ പറ്റില്ല. സെറാലിയോൺ എന്നുള്ള രാജ്യത്ത് 3 വർഷം ഞാൻ ഇലക്ട്രിസിറ്റി ഇല്ലാതെ ജീവിച്ചു. ദാറ്റ്സ് വാട്ട് രാജ്യത്ത് ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു, ജനറേറ്റർ വെച്ച് മാത്രം മാനേജ് ചെയ്യുന്നത്. ജനറേറ്റർ എല്ലാവർക്കും ഇല്ല, നമുക്ക് കമ്പനി ഉള്ളതുകൊണ്ട് സാർ ആക്ച്വലി ഇന്ത്യയിൽ നിന്ന് വന്ന പ്രീമിയം പേഴ്സൺ ആയതുകൊണ്ട് സാറിന് ജനറേറ്റർ കിട്ടി. ഓക്കെ, അപ്പൊ മറ്റുള്ളവരെ ആലോചിച്ച് നോക്കൂ. സോ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? വളരെ അതെ, ഒട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാണ്ട് നമ്മൾ കാണും. എന്നാൽ നമുക്ക് ഇതൊന്നും ഇല്ലാതായി കഴിഞ്ഞാൽ ഇതൊക്കെ ഉള്ളവരെ നോക്കിയിട്ട് അസൂയപ്പെട്ടുകൊണ്ടേയിരിക്കും. റൈറ്റ്, സ്റ്റോപ്പ് അസൂയപ്പെടൽ. ആൻഡ് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ആലോചിച്ചിട്ട് നമുക്ക് വളരെ ഗ്രേറ്റ്ഫുൾ ആകാം. താങ്ക് യു ഡിയർ. താങ്ക് യു മാം. മാം താങ്ക് യു ആക്സസ് പഠിക്കാൻ അനുവാദവും അല്ലെങ്കിൽ ആക്സസ് പഠിക്കാനുള്ള പൈസയും ഇല്ലാത്ത ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് എന്റെ അനുഭവമാണ്. വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം മതി. തീവ്രമായിട്ട് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം നടന്നതാണ് എനിക്ക് ആക്സസ് പഠിക്കാൻ പറ്റിയത്. കാരണം എനിക്ക് തന്നെ ആക്സസ് പഠിക്കാൻ വിടാൻ ഒരു സാധ്യതയില്ലാത്തൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. പിന്നെ അതിനു വേണ്ടി പൈസ ചെലവാക്കാൻ, എന്താ പറയാ, ഒരു കുഞ്ഞു സാധനം വാങ്ങുകയാണെങ്കിൽ പോലും 2 കടയിൽ ചോദിച്ചിട്ട് വാങ്ങുന്ന ആളാണ് എന്റെ ഹസ്ബൻഡ്. ഇങ്ങനെ ഒരു കാര്യത്തിന്, അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാകാത്ത ഒരു കാര്യത്തിനും വേണ്ടി എനിക്ക് പഠിക്കാനുള്ളതിന്റെ ഇരട്ടി പൈസ എന്റെ അക്കൗണ്ടിൽ വന്നതൊക്കെ അത്ഭുതം എന്ന് പറഞ്ഞാൽ മഹാത്ഭുതം. അപ്പൊ അതായത് അതിന്റെ കുറച്ച് ദിവസം മുമ്പ് നീ പൈസ ഒക്കെ അങ്ങനെ ഇങ്ങനെ ചെലവാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് പൈസ എന്റെ അടുത്ത് തിരിച്ചു മേടിച്ച ആള്. അപ്പൊ ഞാൻ ഗൂഗിൾ പേ വരെ അത് ഫോണിൽ നിന്ന് കളഞ്ഞു. ഇനി പൈസ ഒന്നും ഇല്ലാതെ എന്തിനാ ഗൂഗിൾ പേ എന്ന്. എന്നിട്ട് അവർക്ക് കിട്ടാനുള്ള പൈസ എന്റെ അക്കൗണ്ട് നമ്പറും IFSC കോഡൊക്കെ അവർക്ക് അറിയുന്ന പോലും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ആക്സസ് പഠിക്കാനുള്ള പൈസ കിട്ടിയത്. അപ്പൊ പൈസ ആക്ച്വലി ലുലു ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. ആക്ച്വലി പലരും സത്യം പറയാൻ നമ്മൾ ആഗ്രഹിച്ചാൽ മതി പൈസ വരും. ശരിക്കും പ്രത്യേകിച്ച് ഈ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ എനിക്കും അതെ, ഞാനും ആഗ്രഹിച്ചു, എനിക്ക് വരാൻ പറ്റി, എന്താണെങ്കിലും ക്ലാസ്സിൽ പ്രത്യേകിച്ച് പങ്കെടുക്കാനും ഈ പറ്റിയായിരുന്നു. ക്ലാസ്സുകൾ അങ്ങനെയാണ് കേട്ടോ. ശരിക്കും നമ്മൾ
ക്ലാസ്സിൽ എത്തണം എന്ന് ആഗ്രഹിച്ചാൽ മതി, ആരെങ്കിലും ചുമ്മാ സംഭാവനയെങ്കിലും തരും. അങ്ങനെ വന്നിട്ടുള്ളവരുണ്ട്. ആൻഡ് their ലൈഫ് ചേഞ്ച്ഡ് ആഫ്റ്റർ ദാറ്റ്. വാവ്. പിന്നെ ഒരു കാര്യം കൂടി എന്താ വെച്ചാൽ കുഞ്ഞായപ്പോ ഈ ചിത്രകഥയൊക്കെ വായിക്കുമ്പോ ആ മന്ത്രവാടി കിട്ടിയെങ്കിൽ അങ്ങനെ ഒരു ഇപ്പൊ മന്ത്രവാദിയിലുണ്ട്. മന്ത്രവാദി അപ്പൊ കയ്യിലുണ്ട്. ശരിക്കും മന്ത്രവാടി കിട്ടി. Yeah, ഇല്ല മന്ത്രവാദി. you can change everything. Wow. Okay, okay. All right, my dear. All good night. Okay. All Okay, right. thank you. Very good night, ma'am. Thank you so much.